പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ജീവനുള്ളവരുടെ ദേശത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഒരവസരം കൂടെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഭൂമിയിൽ ശേഷിപ്പിച്ച സർവ്വകൃപാലുവായ ദൈവത്തിന് പ്രാരംഭ സമയത്ത് തന്നെ സകല മാനവും മഹത്വം പുകഴ്ചയും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. നമ്മോട് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. 21 ദിവസമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മനീഷ് പാസ്റ്റർ, IPC പ്രയർ സെൻറ്റർ തിരുവല്ല എന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ കൂട്ടായ്മയുടെ ആത്മീക നേതൃത്വം നൽകുന്ന അധ്യക്ഷ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് പൂവക്കല, ക്രിസ്തുവിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ പൂവക്കാല, കർത്തശുശ്രൂഷയിൽ ചുമൽ കൊടുക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരുടെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഞാൻ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കുകയും ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുവാൻ ഒരു മുഖാന്തരം കൂടെയായി തീർന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സിൽജു വർഗീസ്, വേദിയിലായിരിക്കുന്ന അനേക കർത്തദാസന്മാരുണ്ട്. സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 3-ാം ദിനം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എത്ര പേർ ദൈവസ്ഥനിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ദൈവമക്കളുടെ ഒരു പ്രത്യേകത, പ്രതിസന്ധികൾ പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ പ്രത്യാശിക്കുവാൻ വകയുണ്ട് എന്നുള്ളതാണ്. 3-ാം ദിനം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവർ കടന്നു ചെല്ലുമ്പോൾ, ആ സ്ത്രീകൾ, ദുർബലരായ സ്ത്രീകൾ കടന്നു ചെല്ലുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയൊരു പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ അവരുടെ അകത്ത് കഴിഞ്ഞ 3 ദിവസമായി ഒരു പ്രത്യാശ കടം തിളക്കുകയാണ്. ആ പ്രത്യാശയ്ക്ക് അനുസരണത്തോടെ വിധേയപ്പെട്ട് ചുവട് വെച്ചവർക്ക് ആ പ്രഭാതം വ്യർത്ഥമായി തീർന്നില്ല. പ്രതീക്ഷയോടുകൂടെ കല്ലറയിലേക്ക് കടന്നു വന്ന ആ സഹോദരിമാരെ മാനിപ്പാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്യത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് ഹിതമായെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മെ മാനിച്ച് അയപ്പാൻ ദൈവം ശക്തനാണല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി എനിക്കറിയാം, പലവിധമായ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹത്തോടെ, ആവലോടെ, പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നമ്മെ തൃപ്തിപ്പെടുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും വരുവാനുള്ള നിത്യതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ആത്മീക വിഷയങ്ങളെയും ഒരുപോലെ സ്പർശിക്കുവാൻ, ഒരുപോലെ തൊടുവാൻ കഴിയുന്ന അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധികളിൽ മാത്രമല്ല, നിങ്ങളുടെ ഇന്നത്തെ വിഷയങ്ങളിൽ മാത്രമല്ല, വരുവാനിരിക്കുന്ന നിത്യതയുമായി ബന്ധപ്പെട്ട ആത്മീക വിഷയങ്ങളിൽ പോലും തൊട്ടുകൊണ്ട് സംസാരിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയ്ക്കായി വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമെന്ന വണ്ണം തിരുവചനത്തിൽ നിന്ന് 3 വേദഭാഗങ്ങൾ പ്രാരംഭ സമയത്ത് വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. ഈ 3 വാക്യങ്ങളും പ്രാരംഭ സമയത്ത് നമുക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടാമല്ലോ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. താങ്ക് യു. ഒരു നിമിഷം കൂടെ തിരുസന്നിധി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം. തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം. തൻ്റെ വിശുദ്ധവാക്യങ്ങൾ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഇന്ന് രാത്രികാലം വായിച്ച് കേൾപ്പിക്കപ്പെട്ടതായ വിശുദ്ധ തിരുവെഴുത്തുകൾ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് മാത്രം ഞങ്ങളോട് ഇടപെടേണ്ടതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി തിരുസന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവേ അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ മറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഗൗരവമുള്ള മുഖഭാവങ്ങളെല്ലാം ഒന്ന് വിട്ട് വിശുദ്ധ കരങ്ങളിൽ ഒരു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം വായിച്ച് കേൾപ്പിക്കപ്പെട്ടതായ തിരുവചന ഭാഗങ്ങൾ, ഈ 3 വേദഭാഗങ്ങളും വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാമത് വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. ഈ 3 ഭാഗങ്ങൾ നമുക്ക് ഏറെ പരിചിതമായ വേദഭാഗങ്ങളാണ്. ഈ 3 തിരുവെഴുത്തുകൾക്കും ഒരുപോലെ അവകാശപ്പെടാൻ കഴിയുന്ന 3 സവിശേഷതകളുണ്ട്. ഈ 3 തിരുവെഴുത്തിനും ഒരുപോലെയുള്ളതായ 3 സമാന പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ 3 തിരുവെഴുത്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതായ വേദഭാഗങ്ങളാണ്. സ്തോത്രം. കർത്താവിൻ്റെ അധികാരമുള്ള അധരത്തിൽ നിന്ന് മൊഴിഞ്ഞതായ ലാവണ്യ വാക്കുകളാണ് ഈ 3 വേദഭാഗങ്ങളും. രണ്ടാമത്തെ പ്രത്യേകത, ഈ 3 വേദവചനങ്ങളുടെ പശ്ചാത്തലത്തിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ഒരു പ്രാർത്ഥനാ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താൻ പറയുന്ന ഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത് വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാലും അവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ആ വാക്കുകൾ പറയുന്നതിന് തൊട്ട് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ അവിടെ കാത്തിരിക്കണം, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഈ 8-ാമത് വാക്യം കർത്താവ് പറഞ്ഞതിന് ശേഷം ഈ കാത്തിരിപ്പിനെ അവർ എങ്ങനെയാണ് പ്രായോഗികമാക്കിയത്, പ്രാവർത്തികമാക്കിയതെന്ന് കൃത്യമായി അവിടെ എഴുതിയിട്ടുണ്ട്. 120 പേരടങ്ങുന്ന ഒരു സംഘം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെയും ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 3 വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം കാണാൻ കഴിയുന്നുണ്ട്.
ഹല്ലേലൂയ. ഈ 3 വേദവചനങ്ങൾക്കും ഹല്ലേലൂയ ഒരുപോലെ പറയാൻ കഴിയുന്ന, അവകാശപ്പെടാൻ കഴിയുന്ന മൂന്നാമത്തെ പ്രത്യേകത, അത് ഈ വേദഭാഗങ്ങളുടെ പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിനെ ആധാരമാക്കിയാണ് ദൈവിക ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 വേദഭാഗങ്ങളും ചേർത്ത് വെച്ച് നാം കർത്തൃകൃപയിൽ ശരണപ്പെട്ട് ആത്മാവിന്റെ സഹായത്തോടെ പഠിക്കുവാൻ ശ്രമിച്ചാൽ അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ പ്രധാന പ്രതിപാദ്യ വിഷയം, പ്രധാന പ്രമേയം, ഒരു വിഷയമെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഒതുക്കാൻ കഴിയാതെ വണ്ണം അതിപാവനമായിരിക്കുന്ന, അതിശ്രേഷ്ഠമായിരിക്കുന്ന, അതിപരിശുദ്ധമായിരിക്കുന്ന ഒരു സത്യമാണ്. അതെന്താണെന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം. അത് പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് ദൈവിക വെളിപ്പാടുകൾ, ദൈവിക ആലോചനകൾ ഈ സഭയുമായി പങ്കുവയ്ക്കുവാനാണ് എളിയവന് നിയോഗമുള്ളത്. ഈ കൂട്ടായ്മയെ പറ്റിയുള്ളതായ അറിവ് എനിക്ക് ലഭിച്ചപ്പോൾ, ക്ഷണം ലഭിച്ചപ്പോൾ, ആ നിമിഷം മുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ഈ സഭയിൽ കടന്നു പോകുമ്പോൾ ഏതു വിഷയമാണ് ഞാൻ സംസാരിക്കേണ്ടത്? ആ മൊമെന്റ് മുതൽ, ആ പ്രത്യേക നിമിഷം മുതൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ബുദ്ധിമണ്ഡലത്തിലേക്ക് പകർന്നെന്ന വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 11:13. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഇന്ന് രാത്രികാലം അത് ഈ സഭയോടുള്ള വാഗ്ദത്തമായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്രയധികം നൽകും. ഈ മനുഷ്യപ്രകൃതിയുള്ള മൺകൂടാരത്തിനകത്ത് താമസിക്കുന്നത് കൊണ്ട് ഈ വിഷയം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നപ്പോ അല്പം ഒരു ആശങ്കയുണ്ടായി. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളുടെ ഭാഗമാണ്. അത് പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഈ സഭയിൽ? അതുകൊണ്ട് എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാൻ ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് വിഷയങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ധ്യാനിച്ച് മറ്റു പ്രസംഗ വിഷയങ്ങൾ തയ്യാറാക്കാൻ ഒരു പരിശ്രമം നടത്തി. പരിശ്രമമൊന്നും പാഴായില്ല. നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു. ആ പഠിച്ചതെല്ലാം കയ്യിലിരിപ്പുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ബൂമറാങ് എറിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പോലെ വീണ്ടും പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിലേക്ക് തമ്പുരാൻ എന്നെ മടക്കിക്കൊണ്ടുവരികയാണ്. എനിക്ക് മനസ്സിലായി ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി ഞാൻ ചിന്തിച്ചു, പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ഇവിടെ ഒരു ന്യൂമറ്റോളജി ക്ലാസിന്റെ ആവശ്യമില്ല. ആത്മാവിനെ പ്രാപിച്ച, ആത്മാവിനെ അറിയുന്ന, ആത്മാവിനെ മനസ്സിലാക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളെ അനുഭവിക്കുന്ന ദൈവജനമാണ് ഇവിടെയുള്ളതെന്ന് വ്യക്തമായ ഒരു ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ വിഷയത്തിൽ നിന്ന് പിന്നീട് എന്താ സംസാരിക്കാനുള്ളേ? അപ്പോഴാ ധ്യാനിച്ചപ്പോഴാ മനസ്സിലായത്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നാം മനസ്സിലാക്കിയതിനും അനുഭവിച്ചതിനും അപ്പുറത്തുള്ള മാനങ്ങളും തലങ്ങളുമുള്ള ഒരു വിശേഷ സത്യമാ. ഇതുവരെ പ്രാപിച്ച ആത്മതലത്തിനപ്പുറത്തേക്ക് മറ്റൊരു മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി അത് ഏറ്റെടുത്ത് ആരാധിക്കുവാൻ, ഇന്നലെ വരെ നീ ആരാധിച്ച ആത്മനിറവിന്റെ അനുഭവങ്ങളല്ല, ഇന്നലെ വരെ നീ പ്രാപിച്ച ദൈവശക്തിയെല്ലാം ചില ശേഷിപ്പുകളെ പുതുക്കിക്കൊണ്ട്, ആത്മനിറവിൽ ഒതുങ്ങിപ്പോയ മണ്ഡലങ്ങളെ പുതുക്കിക്കൊണ്ട് ഒരു കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ അഭിഷേകത്തിൽ കുതിച്ചുയരുന്ന ചില തലമുറകളെ ഇതിനകത്ത് വേർതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ടെന്ന് പറയുമ്പോൾ അതിന് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന എത്ര പേർ? പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിലേക്ക് പിന്നെയും പിന്നെ മടക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഈ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ധ്യാനിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ നാം വായിച്ച 3 വേദഭാഗങ്ങളുടെ അത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അതിന്റെ പ്രധാന വിഷയം എന്താ? പരിശുദ്ധാത്മാവ്. പക്ഷേ 2 സ്ഥലത്ത് മാത്രമേ പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് എന്താ എഴുതിയിരിക്കുന്നത് അറിയാവുന്നവർ പറഞ്ഞേ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാമത് വാക്യത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? നന്മ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്.
ലൂക്കോസ് ആ ഭാഗം തന്നെ എടുത്തെഴുതിയപ്പോൾ പരിശുദ്ധാത്മാവെന്ന് എഴുതി. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവെന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മാർമികമായിട്ടും മറ്റു രണ്ടു ഭാഗത്ത് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ടും കിടക്കുന്ന ഒരു വിഷയമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ നന്മയെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ മത്തായി സുവിശേഷത്തിൽ നന്മയെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ ലൂക്കോസ് ആത്മികമായി വ്യാഖ്യാനിച്ചെഴുതിയപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്ന ഒരു പദം അവിടെ രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം ആ നന്മയെന്ന് മത്തായി ഉപയോഗിച്ചിരിക്കുന്ന പദത്തിനകത്ത് അക്ഷരികമായി നന്മ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ആത്മികമായി പരിശുദ്ധാത്മാവെന്ന മർമ്മം അതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ഞാനിതിന്റെ 3 സവിശേഷതകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഈ 3 വേദ പശ്ചാത്തലത്തിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലും പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ പശ്ചാത്തലത്തിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. അപ്പൊ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവെന്ന സത്യം, അതിന്റെ അർത്ഥം എന്താ? ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം എവിടെയുണ്ടോ അവിടെ അവർ തനിച്ചല്ല. അവരുടെ പ്രാർത്ഥനാന്തരീക്ഷത്തിന് നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രികാലം ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? പൗലോസ് പറയുക, ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രാർത്ഥന വ്യർത്ഥമല്ല. എന്റെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ എനിക്ക് വേണ്ടി ചലിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥനിലായിരിക്കണമേ. ഞാൻ ആഴമേറിയ ആ ദൈവിക ആലോചനകളിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ അതിനെ നന്മയെന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിനെ പരിശുദ്ധാത്മാവുമെന്ന് എഴുതിയതിന്റെ പിന്നിൽ എന്താണ് ഈ വ്യത്യാസം വന്നത്? എന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വന്നത്? ഒരാൾക്ക് അബദ്ധം പറ്റിയതാണോ? അത് മറ്റൊരാൾ തിരുത്തിയതാണോ? ഒരാൾ പറഞ്ഞത് ശരിയും മറ്റൊരാൾ അതിനെ തിരുത്തി എഴുതിയതുമാണോ എന്നൊക്കെ നമുക്കൊരു സന്ദേഹം വരാം. വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തതകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരസ്പരം പൊരുത്തപ്പെടാതെ ചേരാതെ നിൽക്കുന്നതായ പല മേഖലകളും വിശുദ്ധ വേദപുസ്തകത്തിനത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് എവിടെയെങ്കിലും ഒരു വൈരുദ്ധ്യം നിലനിൽപ്പുണ്ടെങ്കിൽ അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീക മർമ്മം അതിനകത്തുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഈ നന്മ എന്ന പദവും പരിശുദ്ധാത്മാവെന്ന പദവും ചേർത്തു വച്ച് പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരുന്നതായ ചില ആത്മിക വെളിപ്പാടുകളുണ്ട്. സ്തോത്രം. ഇത് ഒരാൾക്ക് അബദ്ധം പറ്റിയിട്ട് മറ്റേയാൾ തിരുത്തി എഴുതിയതല്ല. കാരണം ഇത് രണ്ടും ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാ. ഇത് രണ്ടും എഴുതിയതാരാ? ക്രിസ്തു ഭക്തരായ മനുഷ്യർ എഴുതിയതാ. ഈ രണ്ടുപേരും ദൈവാത്മ പ്രേരിതരായി എഴുതിയതാ. ഈ രണ്ടുപേരും ദൈവാത്മ പ്രേരിതരായി എഴുതപ്പെട്ട ഈ ഭാഗങ്ങൾ ദൈവശാസ്ത്രീയമായി തിരുവെഴുത്തിനോട് ചേർത്ത് വെച്ചു. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് അബദ്ധവും മറ്റത് അതിന്റെ തിരുത്തലുമല്ല. കർത്താവ് പറഞ്ഞതായതുകൊണ്ട് പദം രണ്ടാണെങ്കിലും തത്വം ഒന്ന്, മർമ്മം ഒന്ന്, അടിസ്ഥാന സത്യം ഒന്ന്. എന്തായിരിക്കും ഇങ്ങനെ രണ്ട് വ്യത്യസ്തത വന്നതിന്റെ കാരണം? വേദശാസ്ത്രികൾ അതിനെപ്പറ്റി പല പഠനങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവ് രണ്ട് ഡിഫറെന്റ് ഒക്കേഷനിൽ പറഞ്ഞതായിരിക്കാം. കാരണം ഒരേ ആത്മിക പാഠം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചപ്പോൾ രണ്ട് പദങ്ങൾ പറഞ്ഞതാവാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ പറയുന്നു. അത് ഫൈൻഡിങ്സ് ആണ്, സാധ്യതകളാണ് പറയുന്നത്. മറ്റൊരു സാധ്യത, തിരുവഴുത്തിന്റെ ഒരു പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞ പദം പിന്നീട് എപ്പോഴെങ്കിലും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പെട്ടതും അത് ലൂക്കോസിന്റെ കയ്യിൽ എങ്ങനെയും എത്തപ്പെട്ടതുമായിരിക്കാം. അങ്ങനെയുള്ളതായ ഉദാഹരണങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. പലപ്പോഴും കർത്താവ് പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അതിനുശേഷം അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോൾ വിത്ത് എന്താണ് എന്നൊക്കെ അവർ കർത്താവിനോട് ചോദിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കൽ
പരീശന്റെ പുളിച്ച മാവിനെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അറിയാതെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അത് അവരുടെ ആ കപടഭക്തിയെ കുറിച്ചാണെന്ന് കർത്താവ് അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ കർത്താവ് ഒരിക്കൽ നന്മ എന്ന പദം ഉപയോഗിച്ചിട്ട് മറ്റൊരിക്കൽ ശിഷ്യഗണങ്ങൾക്ക് അതിന്റെ ആത്മിക വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതാവാം. ഇതെല്ലാം സാധ്യതയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രിയിൽ നാം കർത്തൃകൃപയിൽ ശരണപ്പെടുന്നത് ഈ വ്യത്യസ്തതകളെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആത്മീക ദൂതുകളാണ്. സ്തോത്രം. ഒരാത്മികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മയും പരിശുദ്ധാത്മാവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരാത്മികനെ സംബന്ധിച്ചിടത്തോളം നന്മ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരാത്മികനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തന്നെയാണ് അവന്റെ നന്മ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും അവന്റെ നന്മയും തമ്മിലുള്ള ബന്ധം എന്താ? ആ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നന്മ എന്നതിന് പകരമായി പരിശുദ്ധാത്മാവിനെ നൽകിയതായിട്ട്. അതായത് നന്മ ആഗ്രഹിക്കുകയും നന്മ പ്രതീക്ഷിക്കുകയും നന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തെടുത്ത് നന്മയായിട്ട് കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അതായത് നന്മയാണ് ആഗ്രഹിച്ചത്, നന്മയാണ് സ്വപ്നം കണ്ടത്, നന്മയാണ് പ്രതീക്ഷിച്ചത്, നന്മയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷേ കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാ, കൊടുത്തത് ദൈവകൃപയാ, കൊടുത്തത് അഭിഷേകമാ, കൊടുത്തത് ആത്മശക്തിയാ. മൂന്നാമത് നാം വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് അവരുടെ ഒരു ആശങ്കയ്ക്ക് മറുപടി എന്ന വണ്ണമാണ്. അവർ കർത്താവിനോട് നന്മ ചോദിക്കുക. എന്താ അവരുടെ ആഗ്രഹം? തങ്ങളുടെ ദേശത്തിന്റെ നന്മ, തങ്ങളുടെ സംസ്കാരത്തിന്റെ നന്മ, തങ്ങളുടെ കുടുംബത്തിന്റെ നന്മ, തങ്ങളുടെ വാക്തത്വത്തിന്റെ നന്മ, തങ്ങളുടെ തലമുറകളുടെ നന്മ, തങ്ങളുടെ ന്യായപ്രമാണത്തിന്റെ നന്മ, ഇതെല്ലാം ഇവർ ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാ യഥാസ്ഥാനപ്പെടുത്തുന്നേ? ഹല്ലേലൂയ. ഈ എന്നാണ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഏതു മേഖലയിലുള്ള വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നേ? ഏതു മേഖലയിലുള്ള ഒരു യഥാസ്ഥാപനവും വിടുതലും നന്മയും ആഗ്രഹിക്കുന്നേ? തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും തങ്ങളുടെ വാക്തത്വത്തിൻ്റെയും ന്യായപ്രമാണാധിഷ്ഠിതമായി ജീവിക്കുന്ന അവരുടെ ആത്മീകതയുടെയും അവരുടെ ജീവിത സംസ്കാരത്തിൻ്റെയും അവർ ചവിട്ടി നിൽക്കുന്ന വാക്തത്വത്തിന്റെ മണ്ണിന്റെയും നന്മയാ ചോദിച്ചത്. എപ്പോഴാ യഥാസ്ഥാനപ്പെടുത്തുന്നേ? കർത്താവ് കൊടുത്ത മറുപടി നന്മ ചോദിച്ചു, നന്മയാ കൊടുത്തു. പക്ഷെ കൊടുത്തെന്താ? പരിശുദ്ധാത്മാവാ. ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ചലിക്കാൻ തുടങ്ങും, ആത്മാവിൽ നീ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ നീ യഹൂദയിൽ പോകണമെന്ന് തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ യഹൂദിയിൽ ചലിപ്പിക്കും. നീ യെരൂശലേമിൽ സകലയിടത്തും ചലിക്കണമെന്ന് പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ അവിടെ ചലിപ്പിക്കും. നീ ശമരിയയിൽ കാലുകുത്തണമെന്ന് തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ ശമരിയയിൽ നിന്നെ ചലിപ്പിക്കും. നീ നിന്റെ വാക്തത്വത്തിന്റെ മണ്ണിന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ മണ്ണിലേക്ക് നീ അഭിഷേകത്തോടെ കാലുവെക്കണമെന്ന് തമ്പുരാന് തിരുഹിതമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ എവിടെ കൊണ്ടുപോകും. അതാ നിനക്ക് തരുന്ന നന്മ. ആത്മാവിൽ നിന്നെ ചലിപ്പിക്കുന്നതാ ദൈവം നിനക്ക് വച്ചിരിക്കുന്ന നന്മയെങ്കിൽ ആ നന്മ പ്രാപിക്കാൻ, ആ നന്മ ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ അന്ത്യകാലഘട്ടത്തിന്റെ യാഥാർമ്മ വ്യാപാരങ്ങൾ തലമുറയെ കീഴടക്കുമ്പോൾ ആത്മാവിൽ ചലിക്കുന്ന, ആത്മാവിൽ ദേശങ്ങളെ കീഴടക്കുന്ന ഒരു തലമുറയെ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുകയാ. പ്രൈസ് ഗോഡ്. ഇവരാഗ്രഹിച്ചത് ന്യായപ്രമാണമാണ് ഇവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു ജീവിതമാണ്. അതാണ് ഇവരുടെ സംസ്കാരം. അവരുടെ ആത്മീകതയെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാ. അപ്പൊ ഇതിന്റെ നന്മയെ ആഗ്രഹിക്കുന്നേ. പക്ഷെ കൊടുത്തത് ഇവർ ചോദിച്ചതിലും നനച്ചതിലും അപ്പുറമുള്ള കാര്യമാണ്.
ഇവർ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു. പക്ഷേ ഇവർ ചോദിച്ച ഒരു പരിമിതമായ അന്തരീക്ഷത്തിലല്ല കൊടുത്തേ. ഇവരുടെ നന്മ എന്താ? ഈ പാലസ്തീന്റെ 4 ചുവരിനകത്ത് വെളിപ്പെടുന്ന ഒരു നന്മ ഇവർ ആഗ്രഹിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂമിശാസ്ത്രപ്രകാരം ചെറിയ ഒരു മണ്ണിനകത്ത്, ഭൂമിക്കകത്ത് വെളിപ്പെടുന്ന ഒരു നന്മയാ പ്രതീക്ഷിച്ചെങ്കിൽ ദൈവം പറയുക, യെരുശലേമിലും യഹൂദയിലും ശമരിയിലും മാത്രമല്ല, പാലസ്തീനെ അതിരുവിട്ട് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നന്മയാണ് നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നെങ്കിൽ, കർത്തൃ ശുശ്രൂഷയിൽ കാലങ്ങൾ ചിലവിടുന്ന ചിലരോട് പറയുക, നീ ആഗ്രഹിക്കുന്നിടത്ത് ഒതുങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ചില മണ്ണിന്റെ പരിമിതികൾ, ചില ദേശത്തിന്റെ പരിമിതികൾ, ചില അതിരുകൾ ലംഘിച്ച് നിന്നെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു ദൈവാത്മാവിന്റെ പ്രവൃത്തി നിന്റെ മേൽ നന്മയായി വെളിപ്പെടുമ്പോൾ അതിനെ ഏറ്റെടുത്ത് ആരാധിക്കാൻ അഭിഷക്തന്മാർ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് ദൈവം കൊടുത്ത നന്മ, ഇവർ ആഗ്രഹിച്ചതെല്ലാം കൊടുത്തത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ടാ. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, അതിന്റെ നന്മ ആഗ്രഹിച്ചതെങ്കിലും ന്യായപ്രമാണത്തിന്റെ വാസ്തവത്തിലുള്ള പൊരുളിൽ അധിഷ്ഠിതമായ ദൈവരാജ്യത്തിനകത്ത് ആത്മാവിൽ ചലിക്കുന്ന ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഇവരുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ് തന്നെ ഇവർക്ക് വേണ്ടി നന്മയായി വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഇവർ പ്രാപിച്ച ദൈവകൃപ തന്നെ ഇവരുടെ ജീവിതത്തിൽ നന്മയായി വെളിപ്പെട്ടു തുടങ്ങുകയാണ്. ഇവർ പ്രാപിച്ച അഭിഷേകം തന്നെ ഇവർ ആശങ്കപ്പെട്ട വിഷയത്തിന് നടുവിൽ മറുപടിയായി വെളിപ്പെട്ടു തുടങ്ങുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയുക, നീ ആശങ്കപ്പെടുന്ന ചില വിഷയങ്ങൾ, നീ ആവലാതിപ്പെടുന്ന ചില വിഷയങ്ങൾ, നീ സങ്കടപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നീ പ്രാപിച്ച കൃപ തന്നെ മറുപടിയായി വെളിപ്പെടും. നീ പ്രാപിച്ച അഭിഷേകം തന്നെ മറുപടിയായി വെളിപ്പെടും. നീ പ്രാപിച്ച ആത്മശക്തി തന്നെ, നീ പ്രാപിച്ച ദൈവകൃപ തന്നെ ഒരു മറുപടിയായി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാ. പുറത്തൊരു നന്മ തപ്പി പോകണ്ട. നിന്റെ അകത്തു പകർന്നിരിക്കുന്ന ആത്മശക്തിക്കകത്ത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും തലമുറയുടെയും നന്മയ്ക്കുള്ളത് ദൈവം വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ നിന്റെ അകത്തിരിക്കുന്ന കൃപയൊന്ന് ജലിപ്പിക്കാമോ? നീ പ്രാപിച്ച അഭിഷേകത്തെ ഒന്ന് ജലിപ്പിക്കാമോ? നിന്റെ ആരാധനയൊന്ന് കത്തട്ടെ, നിന്റെ പ്രാർത്ഥനയൊന്ന് കത്തട്ടെ. നിന്റെ കുടുംബത്തിന്റെ നന്മ അതിനകത്തുനിന്ന് വെളിപ്പെടും. നിന്റെ തലമുറയുടെ നന്മ, നിന്റെ ശിശുയുടെ നന്മ, നിന്റെ ഭൗതിക മേഖലയുടെ നന്മ അതിനകത്തുനിന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പത്രോസേ, നീ ചോദിച്ചതിന്റെ മറുപടി ആത്മശക്തിയാ, അഭിഷേകമാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മനിറവിൽ ആരാധിക്കാൻ കഴിയാതെ വണ്ണം അടിമത്തത്തിനകത്തേക്ക് ഒതുക്കപ്പെട്ട ചില മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അഴിച്ചു വിടുമ്പോൾ ആ സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? കണ്ടോ, ഒരു ഭക്തന്റെ നന്മയും പരിശുദ്ധാത്മാവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദിച്ചത് നന്മ, കൊടുത്തത് പരിശുദ്ധാത്മാവ്. എവിടെയെങ്കിലും വ്യത്യാസം വന്നോ? ആഗ്രഹിച്ചതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കിട്ടിയില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം മത്തായിക്ക് അബദ്ധം പറ്റിയതും ലൂക്കോസ് തിരുത്തി എഴുതിയതുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് നന്മ. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ അണ്ടറിലേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കിയ ഒരു നന്മയുമില്ല. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയ ഒരു നന്മയില്ല. മറ്റൊരു ദൃഷ്ടാന്തം കൂടെയുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിനകത്ത് 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇവിടെ പൗലോസ് നന്മ ചോദിക്കുക. എന്താ നന്മ? സൗഖ്യം, വിടുതൽ, ഹീലിംഗ്. 3 പ്രാവശ്യം ചോദിച്ചു. കൊടുത്തത് എന്താ? ചോദിച്ചത് നന്മയാ, കൊടുത്തത് നന്മ തന്നെയാ. പക്ഷേ നന്മയായിട്ട് കൊടുത്തത് കൃപയാ, നന്മയായിട്ട് കൊടുത്തത് ആത്മശക്തിയാ. അതിന്റെ അർത്ഥം എന്താ? നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നിന്റെ മേൽ അവൻ ഇട്ടു തരുന്ന ദൈവകൃപയുണ്ടല്ലോ, അതാ നന്മ. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, നിന്റെ തലമുറയുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇട്ടുതരുന്ന ആ ദൈവകൃപയുണ്ടല്ലോ, ആ ദൈവശക്തി ഉണ്ടല്ലോ, അതാ നന്മ. നീ ഓരോന്നിനും സെപ്പറേറ്റ് നിലവിളിക്കണ്ട. ഒരു പാക്കേജ് പോലെ നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പകരുമ്പോൾ, ആ പരിശുദ്ധാത്മാവിന്റെ കൃപ പകരുമ്പോൾ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരുമ്പോൾ ദൈവം തമ്പുരാൻ പറയുക, എന്റെ മകനെ, നീ ചോദിച്ചത് ഞാൻ തന്ന കൃപയ്ക്കകത്തുണ്ട്.
നീ ചോദിച്ചത് ഞാൻ തന്ന ശക്തിക്കകത്തുണ്ട്. എന്റെ കൃപയില്ലേ അത് മതി, എന്റെ ശക്തിയില്ലേ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ, തികഞ്ഞു വരുന്നതാ, തികഞ്ഞു വരുന്നതാ, തികഞ്ഞു വരുന്നതാ. ദൈവകൃപയെ നന്മയായി മനസ്സിലാക്കുക, അഭിഷേകത്തെ നന്മയായി മനസ്സിലാക്കുക, ആത്മശക്തിയെ നന്മയായി മനസ്സിലാക്കുക. നിന്റെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുവാൻ, നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, നിന്റെ മുമ്പുള്ള ദുർഘടങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നിന്റെ മേൽ വാഴുന്ന ദൈവകൃപയെ വിനിയോഗിക്കുക. അപ്പൊ അത് തന്നെയാ നന്മ, അത് തന്നെയാ നന്മ. സ്തോത്രം. അപ്പോ രണ്ട് ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലായി ഒരാത്മീകന്റെ നന്മയും പരിശുദ്ധാത്മാവും തമ്മിൽ എങ്ങനെയാ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെയാണ് അവന്റെ നന്മ എന്ന് പറഞ്ഞാൽ, ഒരാത്മികനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നന്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ പരിധിക്കകത്താ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിന്റെ പരിധിക്കകത്താ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയുടെ പരിധിക്കകത്താ. ആ പരിധിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും നന്മ ഉണ്ടെങ്കിൽ തമ്പുരാന്റെ ഹിതമല്ല. അത് ഇവിടെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മയല്ല. പരിശുദ്ധാത്മാവിന്റെ യാതൊരു ലംഘിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചനയുടെയും നിയന്ത്രണത്തിന്റെയും അധികാര പരിധി വിട്ട് ഏതെങ്കിലുമൊക്കെ നന്മ നിൽപ്പുണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്ക് വളർന്നു നിൽപ്പുണ്ടെങ്കിൽ, അതൊന്നും ഈ പറഞ്ഞ നന്മയല്ല. അതൊക്കെ ചെത്തി വെടിപ്പാക്കി കൃത്യമാക്കി ഇതിനകത്ത് കയറാനുള്ളതാ ഈ ഉപവാസ പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന മേഖലകളെ, തിന്മകളെ, ദോഷങ്ങളെ ചെത്തി വെടിപ്പാക്കി പരിശുദ്ധാത്മാവിന്റെ ആലോചനയുടെ നിയന്ത്രണത്തിന്റെ അധികാരത്തിന്റെ പരിധിക്കകത്തേക്ക് ക്രമീകരിക്കപ്പെട്ട് കയറാനും കൂടെയാ ഈ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നു. പറയുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുക, ആത്മീയതയുടെ അതിര് ലംഘിച്ച്, പരിശുദ്ധാത്മാവിട്ട ആലോചനയുടെ അതിര് ലംഘിച്ച്, പരിശുദ്ധാത്മാവിട്ട നിയന്ത്രണത്തിന് അതിര് ലംഘിച്ച് ഏതെങ്കിലും മേഖലകളിലേക്ക് വളർന്നു നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഹല്ലേലൂയ ചെത്തി വെടിപ്പാക്കി ക്രമീകരിക്കപ്പെടാനുള്ള ചില ദിനരാത്രങ്ങളാണ് ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുന്നു. പറയുമ്പോൾ എന്നെ തന്നെ ഞാൻ ക്രമീകരിക്കുവാൻ സന്നദ്ധരാണെന്ന് വിളിച്ചു പറയുന്ന, സമർപ്പിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാ. പ്രൈസ് ഗോഡ്. ഒരാത്മികനെ സംബന്ധിച്ച് എന്താ അവന്റെ നന്മ? എങ്ങനെയാ അത് പരിശുദ്ധാത്മാവിന്റെ അണ്ടറിൽ വരുന്നേ? ഇവിടെ ഈ നന്മ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പോലും ചെത്തി വെടിപ്പാക്കപ്പെട്ടതുപോലെ കാച്ചി കുറുക്കിയെടുത്തെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ് നന്മ. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ഈ എല്ലാം വാരിക്കോരി കൊടുക്കും എന്നൊന്നും എഴുതിയിട്ടില്ല, നന്മ കൊടുക്കുമെന്ന് എഴുതിയേക്കുന്നേ. സ്തോത്രം. അത് ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നേ? സ്വർഗസ്ഥനായ പിതാവിനോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതെല്ലാം വാരിക്കോരി കൊടുക്കുമെന്ന് പോലെ എഴുതിയേക്കുന്നേ. സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്രയധികം കൊടുക്കും. അപ്പൊ അത് ആരാ ചോദിക്കുന്നതെന്ന് ആ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമാണ്. സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കണമെങ്കിൽ ആ പിതൃത്വത്തെ അംഗീകരിച്ച, ആ പിതൃത്വത്തിന് കീഴ്പ്പെട്ട, പുത്രത്വത്തിന്റെ അധികാരത്തിന്റെ ആത്മാവിൽ യാചിച്ചും അന്വേഷിച്ചും തുടർമാനമായി മുട്ടിയും ആ പിതാവിന്റെ സാന്നിധ്യത്തോട് ഇടപഴകി കഴിയുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനോട്, ഒരു ദൈവഭക്തനോട്, ഒരാത്മികനോട് ദൈവത്തിന് പറയാനുള്ള ദൂത, നിനക്ക് ഞാൻ നന്മ തരും, നിനക്ക് നന്മയെ ഭവിക്കൂ, നിന്റെ ജീവിതത്തിൽ ദോഷങ്ങളെ ഞാൻ എടുത്തു കളയും, നിന്റെ ജീവിതത്തിൽ തിന്മ ഞാൻ എടുത്തു കളയും. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പിതൃത്വത്തിന് കീഴ്പ്പെട്ട് പുത്രത്വത്തിന്റെ അധികാരത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥനയിലും യാചനയിലും ഉപവാസത്തിലും നിലവിളിയിലും അവന്റെ സാന്നിധ്യത്തോട് ഇടപഴകി കഴിയുന്ന ചിലരോട് ദൈവത്തിന് ആത്മാവ് പറയുക, നിനക്ക് നന്മയെ വരൂ, നിന്റെ കുടുംബത്തിന് നന്മയെ വരൂ, നിന്റെ ശുശ്രൂഷയ്ക്ക് നന്മയെ വരൂ, നിന്റെ തലമുറയ്ക്ക് നന്മയെ വരൂ, നിന്റെ ജോലിയിൽ നന്മയെ വരൂ. ചില തിന്മകളെ, ചില ദോഷങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഗൂഢാലോചന നടത്തുന്ന തിന്മയുടെ ആലോചനകൾ അടിച്ചു മാറ്റുന്ന അധികാരം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുമ്പോൾ ഏറ്റെടുത്ത് ആരാധിച്ചോ നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന്.
റീഖാമന ഹംദരെ ദിഗൽഖനാദര റീബൽഖമന ഹംദൽ പ്രൗഢബൽഖന. നന്മ കാണിക്കത്തില്ലെന്നും തിന്മ ഭവിപ്പിക്കുമെന്നും നിനക്ക് ദോഷം വരുത്തുമെന്നും ഗൂഢാലോചന ചെയ്ത മേഖലകൾ റബന ഹംദരാദിയർത്ഥന റീഖബരബല ഭൗഷ്യസിയർത്ഥനെ. ആലയത്തിന്റെ തിന്മ നോക്കുന്ന അഭിഷക്തരുടെ തിന്മ കണ്ടുപിടിക്കുവാൻ നടക്കുന്ന ചില മേഖലകളിൽ നിനക്ക് ദൈവത്തിന് നന്മ ഭവിക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവിന് ആലോചന പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാ? സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയും നൽകും. അപ്പൊ ചോദിക്കുന്നവന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ? പിതാവെന്നുള്ള അഭിസംബോധന എന്തിനാ കാണിക്കുന്നത്? അപ്പനായി അംഗീകരിച്ചു. പുത്രത്വത്തിന്റെ ആത്മാവിനെ പരിപാലിക്കുന്നവനാ. അതുകൊണ്ട് കളഞ്ഞിട്ടില്ല. ഒരിക്കൽ മകനായി, ഒരിക്കൽ മകളായി. പിന്നെ ആ പുത്രത്വത്തിന്റെ അധികാരത്തിന്റെ പ്രാഗൽഭ്യമൊക്കെ നഷ്ടപ്പെട്ട് ഇതിലെ അലഞ്ഞു നടക്കുന്നവന് ഞാൻ നന്മ കൊടുക്കുന്നല്ല. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നും പ്രാഗൽഭ്യത്തോടെ വിളിക്കാൻ തൻ്റെ ഇടമുള്ള നിനക്ക് നന്മ തരൂന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വിളിക്കാൻ തയ്യാറാണോ? എവിടെയെങ്കിലും അപ്പനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് പ്രാഗൽഭ്യക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പറഞ്ഞ് അപ്പന്റെ അവകാശത്തിന്റെ അതിരിനകത്തേക്ക് കാലുകുത്താൻ ഇന്ന് രാത്രി തയ്യാറായാൽ, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചെരുപ്പ്, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വസ്ത്രം, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മോതിരം, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പുതിയ മേഖലകൾ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി തുറക്കുകയാ. അപ്പാ എന്ന് വിളിക്കാൻ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ തന്റെ ഇടം പ്രാപിച്ചവർ, അധികാരം പ്രാപിച്ചവർ, പ്രാഗൽഭ്യം പ്രാപിച്ചവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ അപ്പച്ച, ഞങ്ങൾക്ക് തിന്മ ഭവിക്കരുതേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര, ഒരു ശുഭയാത്ര, ഒരു ശുഭയാത്ര, ഒരു ശുഭയാത്ര. അശുഭകരമായത് സകലതും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. അപ്പൊ ചോദിക്കുന്നവന്റെ ക്വാളിറ്റി, അവൻ അപ്പനുമായിട്ട് ബന്ധമുള്ളവനാ. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവേ, അപ്പച്ച എന്ന് ഇപ്പോഴും വിളിക്കാൻ തൻ്റെ ഇടമുണ്ട്. അമ്മച്ചിയെ കൂട്ടുപിടിക്കേണ്ട, അടുക്കളയിൽ കൂടെ കയറി വന്ന് അമ്മച്ചി അപ്പച്ചനോട് പറ എന്ന് പറയേണ്ട ഗതികേടിനകത്തേക്ക് അവൻ വീണിട്ടില്ല. ഈ ദിവസങ്ങളിൽ ആത്മിക നിലവാരം കർത്തദാസന്മാരെ കൊണ്ട് തലേ കൈ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ആരോടൊക്കെയോ പ്രാർത്ഥന അപേക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഇടത്തോടെ ഒറ്റയ്ക്ക് മുറിയിൽ മുട്ടുകുത്തി അപ്പാന്ന് വിളിക്കാനുള്ള തൻ്റെ ഇടം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, റീഖാമന ഹംദര, തിരിച്ചു പിടിക്ക്. അപ്പാ, 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 അപ്പാ. റബലബ ശംദരാദന റീഖാബരബല ഭൗഷദന സംദരാദിയ റീധാരബൽഖബര ദുലരബ ശംദരേ. പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട ചിലരെ, തലകുണിച്ചിരിക്കുന്ന ചിലരെ, ധൈര്യം നഷ്ടപ്പെട്ട ചിലരെ ദൈവത്തിന്റെ ആത്മാവിന് നിവർത്തിയെടുക്കുകയാ. നിന്റെ പ്രാണൻ പൊടിയോളം താണുപോയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് ഉയർത്തിയെടുക്കാൻ, ശുശ്രൂഷയിൽ താണുപോയ, ആരാധനയിൽ താണുപോയ, പ്രാർത്ഥനയിൽ താണുപോയ, ദൈവകൃപയിൽ താണുപോയ ചിലരെ വലിച്ചെടുപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നും ഇങ്ങനെ വന്ന് ആരാധന കൂടി കണ്ട് അഭിപ്രായം പറഞ്ഞു പോകാനല്ല. തയ്യാറാക്കിയ മെസ്സേജിനകത്തില്ലാത്ത ദൂത, ഇതിൻ്റെ അകത്ത് ശക്തമായ ശുശ്രൂഷ ചെയ്യേണ്ട ചിലർ ഇരിപ്പുണ്ട്, ഒതുങ്ങിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എവിടേക്കോ പ്രാഗൽഭ്യം പോയി. പണ്ടത്തെ പോലെ കൃപയെ ഉപയോഗിക്കാനുള്ള പ്രാഗൽഭ്യം ഇല്ല. പണ്ടത്തെ പോലെ എല്ലാവരുടെ മുമ്പിൽ കൈയടിച്ച് ആരാധിക്കാനുള്ള പ്രാഗൽഭ്യം ഇല്ല. രണ്ട് കൈയടിച്ചിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കിയിട്ട് ഒതുങ്ങിപ്പോകുന്ന ആരാധനയുടെ മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്ന് പുറത്തു കൊണ്ടിരിക്കുക. നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ടവളല്ല. നിന്റെ ശുശ്രൂഷയെ ദൈവം പുറത്തു കൊണ്ടുവരിക. നിന്റെ ആരാധനയെ, നിന്റെ പ്രാർത്ഥനയെ, നിന്റെ കൃപയെ, നീ പ്രാപിച്ച കൃപാവരത്തെ ഇന്ന് പകൽ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന് വിധേയപ്പെടാൻ ആദരം പൂട്ടിയിരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പ്രാർത്ഥിക്കുന്നയാളുടെ നിലവാരം വ്യക്തമായല്ലോ. സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് ഭക്തന്റെ ആഗ്രഹത്തിന് വ്യത്യാസമുണ്ട്. ഭക്തനല്ലാത്തവൻ ചോദിക്കുന്നതും ഭക്തൻ ആഗ്രഹിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന്റെ കാരണം അവന്റെ ഭക്തിയെ അടിസ്ഥാനപ്പെട്ട് തന്നെ അവന്റെ സ്വപ്നം, അവന്റെ ആഗ്രഹവും ആശയും അവൻ ചോദിക്കുന്നതും അവൻ അപേക്ഷിക്കുന്നതും ഒക്കെ അവന്റെ ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമാണ്. ഭക്തി വിട്ടൊരു കാര്യം ചോദിക്കാൻ തൻ്റെ ഇടവില്ല. കാരണം ഭക്തനായതുകൊണ്ട്. ഭക്തി ഇല്ലാത്തവൻ എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയത്തില്ല. അയൽവക്കത്തെ കൊച്ചിൻ്റെ മാർക്ക് കുറയാനും 10ാം ക്ലാസ്സിൽ തോറ്റുപോകാനൊക്കെ ഭക്തി ഇല്ലാത്തവൻ പ്രാർത്ഥിക്കും. അത് ദൈവം നടത്തി കൊടുക്കുകയില്ല. ബിസിനസ് പൊട്ടാനൊക്കെ പ്രാർത്ഥിക്കും. ശുശ്രൂഷിച്ച് വരുമ്പം ശുശ്രൂഷയുടെ ആദ്യത്തിൽ വെള്ളം വെക്കി ഊപ്പാട് വരണമെന്നൊക്കെ പ്രാർത്ഥിച്ചു കളയും. അത് ഭക്തന്റെ പ്രാർത്ഥനയല്ല. അതിന് ദൈവം മറുപടി കൊടുക്കത്തില്ല. ഭക്തന്റെ പ്രാർത്ഥന അവന്റെ ഭക്തിയുമായി ബന്ധമുള്ളതാ. ഭക്തിയുമായിട്ട് ബന്ധമുള്ളതാ. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അടുത്ത് വായിക്കേണ്ട അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു പുള്ളി രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്കതിൽ സ്നാനപ്പെട്ടു. പഴയ പരിപാടിയെല്ലാം വിട്ടൊരാളാണ്. പഴയ പരിപാടിയെല്ലാം വിട്ടു. പുള്ളി സ്നാനപ്പെട്ട സഭയുടെ അകത്തുണ്ട്. ആരാധനയ്ക്കും ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒക്കെ പുള്ളിയുണ്ട്. പുള്ളി ആ കൂട്ടത്തിന് നടുവിൽ ഇങ്ങനെ ഒരു മികച്ച ആളായിട്ട് തന്നെ നിൽക്കും. പുള്ളിയുടെ പേരെന്താണെന്നറിയോ? ശിമോൻ. അദ്ദേഹം ഒരിക്കൽ ഒരു അപേക്ഷ മുമ്പോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ? പത്രോസും യോഹനാനും വന്ന് കൈവച്ചപ്പം എന്ത് വെളിപ്പെട്ടു? ആളുകളുടെ മേൽ അഭിഷേകം വെളിപ്പെട്ടു. സ്നാനപ്പെട്ട പുള്ളിയാ, വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള പുള്ളിയാ. പുള്ളിയുടെ ആഗ്രഹം എന്താ? കാശ് കൊടുത്ത് എനിക്കിത് മേടിക്കണം. അപ്പോസ്തലന്മാരെ ശാസിച്ചു പറഞ്ഞു വിട്ടു. ഇതല്ല ഭക്തന്റെ ആഗ്രഹം. ഭക്തന്റെ ആഗ്രഹം കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിക്കുന്നതാ. കുതന്ത്രങ്ങളിലൂടെ പിൻവാതിലുകളിലൂടെ അഭിഷേകം പ്രാപിക്കാൻ നോക്കിയാൽ നടക്കില്ല. ഇത് കാത്തിരുന്ന് പ്രാപിച്ചതാ. 3.5 കൊല്ലം കൂടെ നടന്നിട്ട് ക്രൂശീകരണം കണ്ട്, കല്ലറയ്ക്കകത്ത് വെക്കുന്നത് കണ്ട്, ഉയർപ്പിന് വേണ്ടി കാത്തിരുന്ന് ഒടുവിലെല്ലാം ഇട്ടച്ച് വലയെറിഞ്ഞു പോയിട്ട് പിന്നെയും മടക്കി വരുത്തി 10 ദിവസം കാത്തിരുന്ന് പ്രാപിച്ചതാ. ഇതിന്റെ വില നീ എറിഞ്ഞു തരുന്ന തുട്ടിന്റെ വിലയല്ല. അഭിഷേകത്തിന്റെ വില ധരിച്ചറിയുന്ന, ദൈവകൃപയുടെ വില ധരിച്ചറിയുന്ന ചിലർ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇപ്പൊ ഭക്തന്റെ നന്മ, സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയെന്ന് കൊടുക്കുന്ന സ്തോത്രം. അപ്പൊ ഈ നന്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില വസ്തുക്കളൊക്കെ, ചില മെറ്റീരിയൽ തിങ്സ്, അതൊക്കെ അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ നന്മ എന്ന് പറയുമ്പോൾ ഒരു ആത്മികരെ സംബന്ധിച്ച് അവന്റെ നന്മ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ അവന് ഒരു ഭക്തൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കുവാനുള്ള ആവശ്യമുള്ള നന്മയും അപ്പോൾ തന്നെ നിത്യത വരെ നിലനിൽക്കുന്ന ആത്മിക നന്മകളും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് ഒരു ഭക്തന്റെ നന്മ. അങ്ങനെയെങ്കിൽ ഈ സകല നന്മകളും പരിശുദ്ധാത്മാവിന്റെ അധികാര പരിധിക്കകത്താ, അവന്റെ ആത്മീകതയുടെ അതിരിനകത്താ സകല നന്മകളും നിൽക്കുന്നത്. അതിന് ആത്മിക ജീവിതം എന്താണെന്ന് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമെങ്കിൽ പോലും ഗലാത്യ ലേഖനം 5:16-25, റോമാലേഖനം 8:1 മുതലുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആത്മീക ജീവിതത്തിന്റെ ഒരു ചുരുക്ക രൂപം, സംക്ഷിപ്ത രൂപം. എന്താ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഇനി റോമാലേഖനം 1-ാം അധ്യായം 8-ാം അധ്യായം അതിന്റെ പ്രാരംഭഭാഗത്ത് പറയുക, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ പ്രമാണിച്ച് നടക്കുക. അപ്പൊ ആത്മീക ജീവിതത്തിന്റെ ചുരുക്ക രൂപം പറഞ്ഞാൽ അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ, സ്തോത്രം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ അത് ആത്മീക കാര്യത്തിൽ മാത്രം വെളിപ്പെടേണ്ട ഒരു കാര്യമല്ല, ഭൗതിക കാര്യത്തിലും വെളിപ്പെടണം, തൊഴിലിടത്ത് വെളിപ്പെടണം, വിദ്യാഭ്യാസ മേഖലയിൽ വെളിപ്പെടണം, പണത്തിന്റെ വ്യവഹാര തലങ്ങളിൽ വെളിപ്പെടണം, പദവിയുടെ വിനിയോഗ തലങ്ങളിൽ വെളിപ്പെടണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത് സഭാഹോളിനകത്ത് മാത്രം വെളിപ്പെടേണ്ട ഒരു കാര്യമല്ല. ജീവിതത്തിന്റെ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക മേഖലകളിൽ, കർമ്മ മേഖലകളിൽ, തൊഴിലിടങ്ങളിൽ, പണത്തിന്റെയും പദവിയുടെയും വ്യവഹാര മേഖലകളിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ, സൗഹൃദ മേഖലകളിൽ, കുടുംബത്തിനകത്ത്, സാമൂഹിക ജീവിതത്തിൽ, ലോകത്തിൽ ജീവിക്കുമ്പോൾ സകല മേഖലകളിലും ഒരാത്മികൻ ആത്മാവിനെ അനുസരിച്ച എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പരിധിക്കകത്ത, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് നമുക്ക് 2-3 ആത്മിക ജീവിതമുണ്ട്, ഭൗതിക ജീവിതമുണ്ട്, ലോക ജീവിതമുണ്ട്. 2-3 ജീവിതമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നിത്യതയിൽ എത്തുന്നത് വരെ
ഒരു ഭക്തനെ സംബന്ധിച്ച് ആത്മീക ജീവിതം എന്ന് പറഞ്ഞ ഒറ്റ ജീവിതം ഉള്ളൂ. അതിൻ്റെ അകത്ത് ആത്മീകമുണ്ട്, അതിൻ്റെ അകത്ത് ഭൗതികമുണ്ട്, അതിൻ്റെ അകത്ത് ശാരീരികമുണ്ട്, അതിൻ്റെ അകത്ത് മാനസികമുണ്ട്. ആത്മീകം സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ അകത്തുണ്ട്, ഭൗതികം സ്പെസിഫിക് ആയിട്ടുണ്ട്. പക്ഷെ ഈ സകലതും ആത്മീകതയുടെ അതിരിനകത്താണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയിൽ നിനക്ക് അനുഭവിക്കുവാൻ തന്നിരിക്കുന്ന സകല നന്മകളും അവകാശങ്ങളും ആത്മാവിൻ്റെ അതിരിനകത്താ. ദൈവം തന്നതാണെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ, കുടുംബം ദൈവം തന്ന നന്മയാ, അത് ആത്മാവിൻ്റെ അതിരിനകത്താ. തലമുറ ദൈവം തന്ന നന്മയാ, അത് ആത്മാവിൻ്റെ അതിരിനകത്താ. ഇന്ന് രാത്രികാലം അതിരുവിട്ട് ഏതെങ്കിലും മേഖലകൾക്ക് പുറത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, അതിരിനകത്തേക്ക് വലിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന നിന്റെ തലമുറ അതിരുവിട്ട് പോയെങ്കിൽ, കുടുംബം അതിരുവിട്ട് പോയെങ്കിൽ, നിന്റെ തൊഴിൽ അതിരുവിട്ട് പോയെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖല ബൗണ്ടറി വിട്ട് അന്യാധീനപ്പെട്ടു പോയെങ്കിൽ അതിനെ തിരിച്ചു വരുത്തുന്ന, വെള്ളത്തിനടിയിൽ വീണുപോയ കോടാലിയെ വിളിച്ചു വരുത്തിയതുപോലെ അതിരിനകത്തേക്ക്, ആത്മീകതയുടെ അതിരിനകത്തേക്ക്, ആത്മാവിന്റെ അതിരിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രാത്രി. ഇയ്യോബിനെ പറ്റി സാത്താൻ പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എന്താ പറയുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ഞാൻ വിശദമായിട്ട് പഠിച്ചപ്പോൾ 3 വേലിയുണ്ടോ എന്ന് ചിന്തിച്ചു പോയി. അറിയത്തില്ല ഉണ്ടോയെന്ന്. ഇനി ഒറ്റ വേലിക്ക് 3 ലെയർ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കാ സാത്താൻ ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യം പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ്, തിയോളജിക്കലായിട്ട് അടുക്കും ചിട്ടയോടുകൂടിയാണ് പറയുന്നത്. സാത്താൻ അടുക്കുള്ള ആളൊന്നുമല്ല, പുള്ളി അടുക്ക് തെറ്റിച്ച ആളാ, അറുക്കാനും മുടിക്കാനും വരുന്നയാളാ. പുള്ളി അടുക്ക് തെറ്റിച്ച പ്രപഞ്ചത്തെ അടുക്കിക്കൊണ്ടാണ് ദൈവം പ്രവൃത്തി ആരംഭിച്ച്. പക്ഷെ പുള്ളി ഇങ്ങനെ അടുക്കായിട്ട് പറഞ്ഞപ്പം അത് പുള്ളി ചെയ്ത കാര്യം, ദൈവം ചെയ്ത കാര്യം. അതുകൊണ്ടാണ് ദൈവം അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടിരിക്കുക. ഈ വേലിക്കകത്ത സകലതും, അവനും അതിൻ്റെ അകത്താ, അവൻ്റെ വീടും അതിൻ്റെ അകത്താ, അവൻ്റെ മൃഗസമ്പത്തും അതിനകത്താ. പക്ഷെ 3ന്റെ മൂല്യം വ്യത്യാസമുണ്ട്. 3ന്റെ മൂല്യം വ്യത്യാസമുണ്ട്. ഈ മൃഗസമ്പത്തിൻ്റെ വിലയല്ല വീടിനുള്ളത്, വീടിനും കുടുംബത്തിനും. ശരീരത്തിൻ്റെ വിലയല്ല ആത്മാവിനുള്ളത്. അതുകൊണ്ട് ഇയ്യോബ് 19:27 പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെ അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അവിടെ വെച്ച് ഞാനും എൻ്റെ ആടുമാടും ഒട്ടകങ്ങളും എല്ലാവരും കൂടെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവിടെയുണ്ട്, പക്ഷെ അവിടെ ഞാൻ മാത്രമേ കാണൂ. ഒട്ടകം ഇവിടെ കിടക്കും, ആടുമാട് ഇവിടെ നശിക്കും, അവിടെ ഞാൻ മാത്രമേ കാണൂ. നിത്യതയ്ക്ക് തുല്യമായി, വീണ്ടെടുപ്പിന് പകരമായി മറ്റൊന്നിനും വില കൽപ്പിക്കല്ല്. ആടുമാടിന്റെയും ഒട്ടകത്തിന്റെയും വിലയല്ല ഇയ്യോബേ നീ പ്രാപിച്ച വീണ്ടെടുപ്പിന്. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. എന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി അവനെ കാണും. എന്റെ ത്വക്കിങ്ങനെ ക്ഷയിച്ചതിന് ശേഷം ദേഹസഹിതനായി കാണുമെന്ന് നിനക്ക് പറയാൻ തന്റെ ഇടമുണ്ടായത് നിന്നെ അവൻ വീണ്ടെടുത്തത് കൊണ്ടാ. നിന്റെ വീണ്ടെടുപ്പിന്റെ വില, നിന്റെ വീണ്ടെടുപ്പിന്റെ വില നീ നിശ്ചയിക്കുന്നതിനും അപ്പുറത്താ. ഒട്ടകത്തിന്റെ വിലയല്ല വീണ്ടെടുപ്പിന്റെ വില, ആടുമാടുകളുടെ വിലയല്ല വീണ്ടെടുപ്പിന്റെ വില, കാളയുടെ വിലയല്ല വീണ്ടെടുപ്പിന്റെ വില. കാൽവറിയിൽ നിനക്ക് വേണ്ടി ചോര ചിന്തി നിന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ വില തിരിച്ചറിയുക. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആത്മീകതയും ഭൗതികതയും 2 ത്രാസിനകത്ത് വെച്ച് കച്ചവടം ചെയ്തുകൊണ്ട് പലപ്പോഴും ഭൗതികതയുടെ ത്രാസ് ഇങ്ങനെ താണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീകതയേക്കാൾ കൂടുതൽ ഭൗതികതയ്ക്ക് വില കൽപ്പിക്കുന്ന, യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാപിച്ച വീണ്ടെടുപ്പിനേക്കാൾ കൂടുതൽ ഒട്ടകത്തിനും ആടുമാടിനും വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നീ പ്രാപിച്ച ദൈവകൃപയുടെ വില തിരിച്ചറിയണം. നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ വില തിരിച്ചറിയണം. നീ പ്രാപിച്ച വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ വില തിരിച്ചറിയണം. നിന്റെ ശുശ്രൂഷയുടെ വില തിരിച്ചറിയണം. നിനക്ക് ദൈവം തന്ന ദൈവിക അധികാരത്തിന്റെ വില തിരിച്ചറിയണം. അത് ഒട്ടകവും ആടുമാടും കാളക്കൂട്ടങ്ങളുമായി താരതമ്യം ചെയ്ത് കുഴച്ചുമറിച്ച് അവഹേളിക്കാനുള്ളതല്ല. നിന്റെ വീണ്ടെടുപ്പിന്റെ വില തുല്യം ചൊല്ലാനില്ലാത്ത ദൈവപുത്രന്റെ ചോരയുടെ വിലയാണെങ്കിൽ ഇന്ന് രാത്രികാലം ആ ഒരു ബോധ്യത്തിലേക്ക് ചിലർ തിരിച്ചു വരിക. സ്തോത്രം. അപ്പൊ ഇയ്യോബിനെ സംബന്ധിച്ച് വീണ്ടെടുപ്പിന്റെ, അവന്റെ പ്രാണന്റെ വില വ്യത്യാസമുണ്ട്. ഓരോ അതിനും ദൈവം പൊട്ടിക്കുമ്പോൾ ആദ്യം അവനുള്ളതിനെ തൊട്ടു, അതിനുശേഷം പിന്നെയും വന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ശരീരത്തെ തൊട്ടു. അന്നേരവും പറയുകയാണ്, അപ്പൊ ആദ്യം ശരീരത്തെ തൊടാൻ അനുവദിച്ചില്ല, അത് കഴിഞ്ഞ് ശരീരത്തെ തൊടാൻ അനുവദിച്ചു പറഞ്ഞു പ്രാണനെ തൊടരുത്.
ഇതിൻ്റെ എല്ലാം മൂല്യം വ്യത്യാസമുണ്ട്. ജോലി മേഖലകളെക്കാൾ വിലയുണ്ട് വീടിനും കുടുംബത്തിനും. ശരീരത്തെക്കാൾ വിലയുണ്ട് അകത്തെ പ്രാണന്. ഈ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് പ്രയത്നിച്ചോടുമ്പോൾ അകത്തു പ്രാപിച്ച വീണ്ടെടുപ്പിനെയും രക്ഷയെയും ഉറപ്പാക്കുവാൻ എത്ര കണ്ട് അധ്വാനിക്കണം, എത്ര കണ്ട് പ്രാർത്ഥിക്കണം, എത്ര കണ്ട് നിലവിളിക്കണം. അപ്പൊ ഈ ആത്മീകതയുടെ അതിരിനകത്താ ഇയ്യോബിന്റെ സകല നന്മകളും നിൽക്കുന്നത്. സ്തോത്രം. മറ്റൊരു മനുഷ്യനുണ്ട്, ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-18 വാക്യങ്ങൾ ശബ്ദം ഉയർന്ന് വായിക്കാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ സകലത്തിലും മതിയാകുന്നു. അതിന് തൊട്ട് മുകളിലുള്ള വാക്യം ഒന്ന് വായിച്ചേ. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സകലത്തിന് എന്ന് പറഞ്ഞാൽ ഈ സകലത്തിനെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ സകലത്തിലും ഈ ശക്തനാക്കുന്നവന്റെ ശക്തിയുടെ അതിരിനകത്ത് ഈ സകലതും കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവശക്തിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. താഴ്ചയിലിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വിശന്നിരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു, എനിക്കറിയാം എന്ന് പറയുന്നതിൽ കഴമ്പുണ്ട്. പക്ഷേ തൃപ്തനാകാൻ ഞാൻ പഠിച്ചിരിക്കുന്നു, ഞാൻ ശീലിച്ചിരിക്കുന്നു, എനിക്കറിയാം എന്ന് പറയേണ്ട കാര്യം എന്തുവാ? സ്തോത്രം. വിശന്നിരിക്കണമെങ്കിൽ അത്യാവശ്യം ശീലിക്കേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം അത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ തൃപ്തനാകണമെങ്കിൽ കഴിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഈ ശക്തനാക്കുന്നവൻ്റെ ശക്തിയുടെ കാര്യമൊന്നുമില്ല. ഈ പ്രയാസം വരുമ്പം, ബുദ്ധിമുട്ട് വരുമ്പം, താഴ്ച വരുമ്പോൾ ശക്തനാക്കുന്നവന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. പക്ഷെ ഈ സമൃദ്ധി വന്നപ്പോൾ എന്തിനാ ശക്തനാക്കുന്നവൻ? ഈ നന്മ വന്നപ്പോൾ, തൃപ്തി വന്നപ്പോൾ, ഇതെല്ലാം അഭിവൃദ്ധി വർദ്ധിച്ചു വന്നപ്പോൾ എനിക്ക് ശക്തനാക്കുന്നവന്റെ കാര്യം എന്തുവാ? പൗലോസ് പറയാ, എൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥയും ഉള്ള അവസ്ഥയും സമൃദ്ധിയുടെ അവസ്ഥയും താഴ്ചയുടെ അവസ്ഥയും ഒക്കെ അവന്റെ അധികാരപരിധിക്കകത്താ. അവനെ വിട്ടിട്ട് എനിക്കൊരു സമൃദ്ധി ഇല്ല. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മുട്ടൊന്നുമില്ല. മുട്ടില്ലെന്ന് മാത്രമല്ല, എനിക്ക് സമൃദ്ധി എന്ന് പറഞ്ഞാൽ മിച്ചം വന്നിരിക്കുന്നു കാര്യങ്ങൾ. ഫിലിപ്പിയരെ ആളുകൾ നല്ലപോലെ പൗലോസിനെ കരുതിയപ്പോൾ കാര്യങ്ങൾ മിച്ചം വന്നു. പൗലോസിന് ഒത്തിരി സമൃദ്ധി ഉണ്ടായി. ആ സമയത്തും പൗലോസ് പറയുക, ശക്തനാക്കുന്നവനെ എനിക്ക് വേണം. ഇല്ലായ്മയുടെ നടുവിൽ മാത്രമല്ല, ബുദ്ധിമുട്ടിന്റെ നടുവിൽ മാത്രമല്ല, പട്ടിണിയുടെ നടുവിൽ മാത്രമല്ല, ദാരിദ്ര്യത്തിന്റെ നടുവിൽ മാത്രമല്ല, വിശപ്പിന്റെ നടുവിൽ മാത്രമല്ല, എനിക്കെല്ലാം ഉള്ളപ്പോഴും, സമൃദ്ധി ഉള്ളപ്പോഴും, ഭക്ഷണം ഉള്ളപ്പോഴും, ജോലി ഉള്ളപ്പോഴും, പണമുള്ളപ്പോഴും, പദവി ഉള്ളപ്പോഴും എനിക്ക് ശക്തനാക്കുന്നവനെ കൂടാതെ അവന്റെ ശക്തിയുടെ അതിരിനകത്ത എന്റെ സകല നന്മകളും ഇരിക്കുന്നെങ്കിൽ, ഇല്ലായ്മയുടെ നടുവിൽ ദൈവത്തെ എങ്ങനെ ആഗ്രഹിച്ചോ അതേ രീതിയിൽ ഉള്ളപ്പോൾ ദൈവത്തെ ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസ് പറയുക, എന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ എനിക്ക് ശക്തീകരിക്കുന്നവനെ വേണമായിരുന്നു. എൻ്റെ ഇല്ലായ്മയുടെ നടുവിൽ എനിക്ക് ഈ ശക്തീകരിക്കുന്നവനെ ശക്തി ആവശ്യമായിരുന്നു. പക്ഷേ ഈ സമൃദ്ധി വന്നപ്പോ എനിക്ക് അവനെ മിസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കൈകാര്യം ചെയ്യണമെങ്കിലും അവന്റെ ശക്തി എനിക്ക് വേണം. നിന്റെ സകല നന്മകളും ആത്മാവിന്റെ ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ നിനക്ക് ദൈവം തന്ന സകല പദവിയും, അത് പണമാകട്ടെ, പദവിയാകട്ടെ, ഏത് നന്മയാകട്ടെ, ജോലിയാകട്ടെ, നിന്റെ ഏത് മേഖലയും ആത്മാവിന്റെ ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ ആത്മീകതയുടെ അതിരിനകത്തേക്ക്, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിനകത്തേക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കകത്തേക്ക് നിന്റെ സകല മേഖലകളെ കൊണ്ടുവരുവാൻ. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവും ഭക്തന്റെ നന്മയും തമ്മിൽ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആലോചനയുടെ പരിധിക്കകത്താണ് അവന്റെ സകല നന്മയും. ഇതിന് പുറത്തൊന്നുമില്ല, അതിനകത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി നന്മ ക്രമീകരിക്കാൻ ശ്രമിച്ച രണ്ടുപേരുണ്ട്. ആരാ? അനന്യാസും സഫീറയും.
അവരുടെ നന്മ അവർ ക്രമീകരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ മുഖം മൂടിയിട്ടിട്ട് ആ നന്മയൊന്ന് ക്രമീകരിക്കാൻ ശ്രമം നടത്തി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ സകല നന്മകളും ക്രമീകരിക്കുമ്പോൾ ആത്മാവിനെ കൂട്ടുപിടിക്കണം. സ്തോത്രം. ആത്മിക ജീവിതം എന്ന് പറയുന്നത് ആത്മിക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സഭാഹോളിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഈ സഭയ്ക്ക് പുറത്തും വെളിപ്പെടേണ്ടതാണ് ആത്മികത. നിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ, ജോലി മേഖലകളിൽ, സൗഹൃദങ്ങളുടെ ഇടയിൽ ഒക്കെ ഈ ആത്മികതയുടെ സാധ്യത അങ്ങ് വളരണം. സ്തോത്രം. എല്ലാ മേഖലകളിലേക്കും ഇത് വളരണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ബുദ്ധിയുള്ള ആരാധനയായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് സഭാഹോളിന് പുറത്തേക്കും കൂടെ വ്യാപരിക്കുന്നതാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് കർത്താവ് ശമരിയാസ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിൽ പറഞ്ഞു. ആ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടുവിൽ നിന്ന് ബുദ്ധിയുള്ള ആരാധന എന്നൊരു മർമ്മം പൗലോസ് പുറത്തെടുക്കുക. ആ ആരാധനയുടെ വെളിപ്പാടെന്താ? ഇത് സഭാഹോളിനകത്ത് മാത്രം ഒരുങ്ങുന്ന ആരാധനയല്ല, ഇത് സഭാഹോളിനകത്ത് മാത്രം വെളിപ്പെടുന്ന ദൈവശക്തിയല്ല, പുറത്തേക്ക് വെളിപ്പെടണം, പുറത്തേക്ക് വെളിപ്പെടണം. ഈ ദിവസങ്ങൾ നീ പ്രാപിച്ച ആരാധനയുടെ ശക്തി ഈ സഭാഹോളിനകത്ത് മാത്രം ഒതുക്കാനുള്ളതല്ല, ഇതിന് പുറത്ത് എവിടെയൊക്കെയോ നിന്റെ ആരാധനയെ, നിന്റെ ആത്മീകതയെ, നീ പ്രാപിച്ച അഭിഷേകത്തെ, നീ പ്രാപിച്ച ദൈവശക്തിയെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറയുമ്പോൾ, ദൈവമേ, സഭാഹോളിനകത്ത് ഒതുങ്ങുന്ന ഒരു ആരാധനയല്ല, അതിനപ്പുറത്തേക്ക് വെളിപ്പെടുന്ന ഒരാരാധനയുടെ തലത്തെ, ദേശത്ത് വെളിപ്പെടുന്ന, ജോലി സ്ഥലത്ത് വെളിപ്പെടുന്ന, ലോകരുടെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരാത്മീകതയുടെ അധികാരം എന്റെ മേൽ വെളിപ്പെടുത്തണമേ എന്നത്ര പേർ പ്രാർത്ഥിക്കും. പതിവ് ട്രാക്കിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവാത്മാവ് സഹായിക്കും. വീട്, സഭാഹോള്, ജോലിസ്ഥലം, വീട്, സഭാഹോള്, ജോലിസ്ഥലം, ഈ 3 മേഖലകളിലും പതിവായി സഞ്ചരിക്കുന്ന ഒരു പതിവ് ട്രാക്കുണ്ടല്ലോ, അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. ട്രാക്ക് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരാൻ ചിലരെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 6 മണി നേരമായപ്പോൾ പതിവ് ട്രാക്കിൽ കൂടെ ഒരു കുടവെടുത്ത് പതിവ് ട്രാക്കിൽ കൂടെ നിറച്ച കുടവായിട്ട് തിരിച്ചു പോകാൻ ഒരു പുള്ളിക്കാരി വന്നു. 6 മണി നേരത്ത് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരൊറ്റ റൂട്ടേ ഉള്ളൂ. ഏതാ? വീട്ടിൽ നിന്ന് കിണറ്റുകര വരെ, കിണറ്റുകരയിൽ നിന്ന് വീട് വരെ. ഈ ദൂരവാ പുള്ളിക്കാരിയുടെ സ്ഥിരം റൂട്ട്. 6 മണി നേരത്ത് സ്ഥിരം സഞ്ചരിക്കുന്ന ട്രാക്ക് ഇതാ. ഇതിനപ്പുറത്തൊരു മേഖലയിൽ സഞ്ചരിക്കാനുള്ള പ്രാഗൽഭ്യമില്ല, സാഹചര്യമില്ല, സ്വപ്നമില്ല, ആഗ്രഹവും ഇല്ല. എന്നാൽ അന്ന് തമ്പുരാനുമായിട്ട് വർത്താനം പറഞ്ഞിട്ട് ആ ട്രാക്കിനകത്ത് കുട വിട്ടേച്ച് പട്ടണത്തിലേക്ക് ഓടിയെന്ന, വീടിനും കിണറ്റുകരയ്ക്കും ഇടയിൽ സഞ്ചരിച്ച് തേഞ്ഞു തീരുമായിരുന്ന ഒരു ജീവിതത്തെ ആ ട്രാക്കിനകത്ത് കുടമിട്ടിട്ട് പതിവ് ട്രാക്കിന് വിപരീതമായി പട്ടണത്തിലേക്ക് ഓടാൻ അവളുടെ മേലൊരു ദൈവകരം വെളിപ്പെട്ടെങ്കിൽ, നീ സഞ്ചരിക്കുന്ന പതിവ് ട്രാക്കിനകത്ത് സഞ്ചരിച്ച് തേഞ്ഞു തീരാനല്ല, ട്രാക്ക് വിട്ട് പുറത്തു വരുവാൻ, പതിവ് വഴികൾ വിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, പട്ടണത്തിന് പുറത്തേക്ക് നിന്നെ ഓടിക്കുന്ന ഒരു ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ. വീടും ജോലി സ്ഥലവും സഭാഹോളും മാത്രം സഞ്ചരിച്ച് തീരേണ്ടയാളല്ല, ദേശത്തിലെ ഏതൊക്കെയോ മേഖലകളിലേക്ക് നിന്നെ സഞ്ചരിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറയുമ്പോൾ, ആ പതിവ് ട്രാക്കിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ കൂടമിട്ടിട്ട് സന്തോഷത്തോടെ ഓടാൻ തയ്യാറാകുന്ന ചിലരെ ഇതിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുകയാ. നീ തയ്യാറാണോ? യേശുവിന്റെ നാമത്തിൽ. ആത്മനിറവുള്ള സഭയുടെ സ്വാധീന ശക്തി വലുതാ കേട്ടോ. ആത്മനിറവുള്ള സഭയുടെ സ്വാധീന ശക്തി വലുതാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്നെയാണ് നന്മയെന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മനിറവുള്ള സഭയ്ക്ക് ഈ പട്ടണത്തിൽ എന്തൊക്കെ ചെയ്തെടുക്കാൻ കഴിയുമോ അത് നാം ചെയ്തെടുക്കണം. ആത്മനിറവുള്ള നിന്റെ അധികാരം എന്തൊക്കെയാണോ അത് മുഴുവൻ മേഖലകളിൽ വെളിപ്പെട്ടു വരണം. അത് നിന്റെ കുടുംബത്തിന് മേൽ, തലമുറയുടെ മേലൊക്കെ വെളിപ്പെട്ടു വരണം. ആത്മനിറവുള്ള നിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു അധികാരമുണ്ട്. പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീകം ചോദിക്കുക, നന്മ ചോദിക്കുക എന്നുകൂടെ അർത്ഥമുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ആത്മീക അധികാരത്തെ
തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് ആഹ്വാനം ചെയ്യുക. നിനക്ക് പട്ടണത്തിന് മേൽ അധികാരമുണ്ട്, ഗ്രാമങ്ങളുടെ മേൽ അധികാരമുണ്ട്, കുടുംബങ്ങളുടെ മേൽ അധികാരമുണ്ട്, തലമുറകളുടെ മേൽ അധികാരമുണ്ട്. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ, ഒതുങ്ങപ്പെട്ടു പോയ മേഖലകളിൽ നിന്ന് അധികാരത്തെ തിരിച്ചു പിടിക്കാൻ, അധികാരത്തെ തിരിച്ചു പിടിക്കാൻ, അധികാരത്തെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുക. പരിശുദ്ധാത്മാവ് നിന്റെ നന്മയാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു അധികാരമുണ്ടെന്ന് അർത്ഥം. ആത്മനിറവുള്ള സഭയുടെ അധികാരം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് വെളിപ്പെട്ടു. ആത്മനിറവുള്ള സഭയുടെ ഒരു ഭാഗം ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ എവിടേക്ക് പോയി? ശമരിയയിലേക്ക് പോയി. ആ 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാ, ആ പട്ടണത്തിൽ വളരെ ആനന്ദം ഉണ്ടായെന്ന്. സ്തോത്രം. ആനന്ദം ഉണ്ടായെന്ന് പറയുമ്പോൾ ആ പട്ടണത്തിന്റെ ആനന്ദം അതുവരെ ഹല്ലേലൂയ ജ്വലിക്കാതെ വണ്ണം, വെളിപ്പെടാതെ വണ്ണം ഇരിക്കുകയായിരുന്നു അർത്ഥം. ഇതുവരെ ആ പട്ടണത്തിൽ ഒരു ആനന്ദമില്ലായിരുന്നു. ഇത് വെളിപ്പെട്ടത് ആത്മനിറവുള്ള സഭ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ പട്ടണത്തിന്മേൽ ഒരു ആനന്ദം വെളിപ്പെട്ടെങ്കിൽ നിന്റെ അധികാരം പട്ടണത്തിന്മേൽ വെളിപ്പെടട്ടെ. ആത്മനിറവുള്ള സഭയുടെ അധികാരം കുടുംബത്തിന്മേൽ വെളിപ്പെടട്ടെ. ആനന്ദം നഷ്ടപ്പെട്ട തലമുറയുടെ മേൽ, ആനന്ദം നഷ്ടപ്പെട്ട കുടുംബത്തിന്മേൽ, ആനന്ദം നഷ്ടപ്പെട്ട പട്ടണങ്ങളിൽ നിന്റെ ആത്മീക അധികാരത്തെ ഉപയോഗിക്കുക, ഉപയോഗിക്കുക. അവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, ഈ ശമരിയ പട്ടണത്തിന്റെ ആനന്ദത്തെ കെടുത്തിയ കാര്യം എന്താണെന്നറിയാവോ? അവിടെ കൃത്യമായി തൊട്ട് മുകളിലെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഭൂതം ബാധിച്ചവർ അലറി നിലവിളിച്ച് സൗഖ്യം പ്രാപിച്ചു. പിന്നെ എഴുതിയിരിക്കുകയാ, പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അപ്പൊ ഈ ആനന്ദം പട്ടണത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? ആത്മനിറവലിന്റെ മുമ്പിൽ ഒരു ക്യൂ നിൽക്കുക. ആ ക്യൂവിനകത്ത് മൊത്തം ഭൂതം ബാധിച്ചതാ. ഇത്ര നാളും വെളിപ്പെട്ടില്ല. അതും സാധാരണ ഭൂതമൊന്നുമല്ല. അലറി നിലവിളിച്ച് പോകേണ്ട ഭൂതം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുക. ജോലിക്ക് പോകുന്നുണ്ട്, അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്, മറ്റ് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അലറി നിലവിളിച്ച് പോകേണ്ട സാധനം അകത്തിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഒരുപാടെണ്ണം പോയെന്നാ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു പട്ടണത്തിന് ജനസംഖ്യ എത്രത്തോളം ഉണ്ട്? അതിനകത്ത് ഒരു നല്ലൊരു ശതമാനത്തിന് മേലും ഭൂതവാ, പൈശാചിക ശക്തിയാ. എവിടെ ആനന്ദം വരാനാ? ബാക്കിയുള്ള മിക്കതിനും പക്ഷപാതവാ, ബാക്കിയുള്ള മിക്കതിനും മുടന്ത. ഈ പട്ടണത്തിൽ എവിടെ ആനന്ദം ഉണ്ടാകുന്നേ? ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട് പൈശാചിക ബാധകളാൽ കീഴ്പ്പെട്ടിരിക്കുന്ന പട്ടണത്തിനകത്ത് എവിടെ ആനന്ദം വെളിപ്പെടാനാ? ഇനി താഴോട്ട് വായിക്കുമ്പോൾ മഹതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടണത്തെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ്. അപ്പൊ ആ പട്ടണത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുന്ന ഒരു ആത്മാവ്, പട്ടണത്തിന്റെ ആനന്ദം കെടുത്തിക്കൊണ്ട് വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക കൂട്ടങ്ങളുടെ നടുവിലേക്ക് ആത്മനിറവുള്ള സഭ ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ കാലുകുത്തിയപ്പോൾ അലറി നിലവിളിച്ച് വെളിപ്പെട്ടു പോകാൻ തുടങ്ങി. മറഞ്ഞു നിന്നുകൊണ്ട് ആനന്ദം കെടുത്തിയ, സന്തോഷം കെടുത്തിയ, തിന്മയ്ക്കെതിരെ നന്മയ്ക്കെതിരെ വ്യാപരിച്ച, ശുഭതയ്ക്കെതിരെ വ്യാപരിച്ച, ആരോഗ്യത്തിനെതിരെ വ്യാപരിച്ച, കുടുംബത്തിനെതിരെ വ്യാപരിച്ച, തലമുറകൾക്കെതിരെ വ്യാപരിച്ച ഉഗ്രഭൂതശക്തികൾ ആത്മനിറവുള്ളവന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ട് പട്ടണത്തിന് പുറത്തു പോയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട, പൈശാചിക അന്ധകാരത്താൽ ബാധിക്കപ്പെട്ട പട്ടണങ്ങളെ കീഴടക്കുന്ന ആത്മനിറവിന്റെ അധികാരം ദൈവസഭയ്ക്കകത്ത്, 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 ദൈവസഭയ്ക്കകത്ത് അധികാരം തിരിച്ചു പിടിക്കുക. ആത്മനിറവുള്ള സഭയുടെ അധികാരം പട്ടണത്തെ കീഴടക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് നന്മയെന്ന് പറയുമ്പം അതിനകത്തൊരു അധികാരമുണ്ട്.
മാനുഷികമായ അധികാരമല്ല, ബുദ്ധിയുടെ അധികാരമല്ല, ശക്തിയുടെ അധികാരമല്ല, വിദ്യാഭ്യാസത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെ ഒന്നും അധികാരമല്ല. നീ പ്രാപിച്ച ആത്മശക്തിക്കകത്തൊരു അധികാരമുണ്ട്. ആത്മശക്തിക്കകത്തൊരു അധികാരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിനകത്ത് കൂടാരത്തിനകത്ത് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനറിയാം. മക്കൾ വർത്താനം പറയുമ്പോൾ മറുപടി ഇല്ലാതെ വാപൊത്തി അധികാരം നഷ്ടപ്പെട്ട് കൂടാരത്തിനകത്ത് ഒതുങ്ങിപ്പോയൊരു മനുഷ്യൻ. ഉൽപ്പത്തി 33 അവസാനം, ആരും എടുത്തു വായിക്കേണ്ട, പറഞ്ഞു വിടുക. അദ്ദേഹത്തിൻ്റെ പേര് യാക്കോബ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ ശരിയാ, മക്കളുടെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ അപ്പൻ എന്ന നിലയിൽ വർത്താനം പറഞ്ഞിട്ട് ലേവിയും ശിമയോനും പറഞ്ഞത് കേട്ട് മറുപടി അവസാനിക്കുകയാ. അപ്പന് തിരിച്ചു പറയാൻ ഒന്നുമില്ല. അപ്പന്റെ അധികാരം കൂടാരത്തിനകം നഷ്ടപ്പെട്ടു. 33-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ യാക്കോബ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ലേവിയും ശിമയോനും പറഞ്ഞ മറുപടിയോടുകൂടെ അധ്യായം അവസാനിക്കുകയാ. യാക്കോബിന് തിരിച്ചു പറയാൻ കഴിയുന്നില്ല. കൂടാരത്തിനകത്ത് അപ്പന്റെ അധികാരം നഷ്ടപ്പെട്ട് വാപത്ത് നിൽക്കുക. എന്നാൽ 34-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. യാക്കോബ് യഹോവയോട് സംസാരിച്ചു. യഹോവയോട് സംസാരിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു അധികാരം. കൂടാരത്തിൽ തന്റെ പിന്നിൽ നിന്ന് ജനത്തിനോട് തിരിഞ്ഞെന്ന് പറയുക, എഴുന്നേൽക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, അന്യദേവന്മാരെ നീക്കുക, ബഥേലിലേക്ക് പുറപ്പെടുക. ഒരൊറ്റ എണ്ണം തിരിച്ചു വിരൽ ചൂണ്ടിയില്ല. ഒരൊറ്റ ലേവിയും ഒറ്റ ശിമയും എതിര് പറഞ്ഞില്ല. യാക്കോബ് തന്റെ അധികാരത്തെ തിരിച്ചു പിടിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ കൂടാരത്തിനകത്ത്, സഭയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് അധികാരം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയുടെ നടുവിൽ വാപത്ത് നിൽക്കുന്ന ഗതികേടിനകത്ത് ഒതുങ്ങിപ്പോയെങ്കിൽ യഹോവയോട് സംസാരിക്കുക, നിന്റെ മേൽ അധികാരം തിരിച്ചു തരാൻ, നിന്റെ മേൽ അധികാരം തിരിച്ചു തരാൻ. ഹാലലൂയ. യോശുവയോട് പറഞ്ഞതുപോലെ ജീവനുള്ളവരുടെ ഹാലലൂയ കാലത്തോളം നിന്റെ മേലെ ഒരുത്തൻ നിൽക്കാതെ വണ്ണമുള്ള ഒരധികാരം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ ആത്മീക അധികാരത്തെ, ശുശ്രൂഷയുടെ അധികാരത്തെ, ആരാധന അധികാരത്തെ, പ്രാർത്ഥനയുടെ അധികാരത്തെ തിരിച്ചു പിടിക്കുക. തലമുറയുടെ മേൽ നിനക്കൊരു അധികാരമുണ്ട്. തലമുറയുടെ മേൽ നിനക്കൊരു അധികാരമുണ്ട്. നിന്റെ കുടുംബത്തിന്റെ മേൽ നിനക്കൊരു അധികാരമുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്കകത്തൊരു അധികാരമുണ്ട്. എവിടെയെങ്കിലും അധികാരം നഷ്ടപ്പെട്ട് ഒതുങ്ങിപ്പോയെങ്കിൽ തമ്പുരാനോടും സംസാരിക്കുക. തമ്പുരാനെ, വാപത്തി മിണ്ടാതിരിക്കാനേ പറ്റുന്നുള്ളൂ. എൻ്റെ ആരാധനയുടെ അധികാരം നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയുടെ അധികാരം നഷ്ടപ്പെട്ടു, കുടുംബത്തിനകത്ത് തലമുറയുടെ മേലുണ്ടായിരുന്ന ആത്മീക അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇയ്യോബ് ചെയ്തൊരു കാര്യമുണ്ട്. മക്കളെ വിളിച്ച് ശുദ്ധീകരിച്ച് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗം കഴിച്ചു. മക്കളുടെ മേൽ ആത്മീക അധികാരം സ്ഥാപിച്ച ഒരു ഇയ്യോബ് തലമുറയുടെ മേൽ, കുടുംബത്തിന് മേൽ പാപത്തിൽ വീണു പോകാതെ വണ്ണം യാഗം കഴിച്ച് ശുദ്ധീകരിച്ച് അധികാരം സ്ഥാപിച്ചതുപോലെ നിന്റെ കുടുംബത്തിന് മേൽ, തലമുറയുടെ മേൽ, നിന്റെ ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ, നിന്റെ വിശ്വാസികളുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ ഒരു ആത്മീക അധികാരം വീഴ്ത്തിക്കളയുവാൻ ശത്രു വട്ടമിട്ട് പറക്കുമ്പോൾ അതിൻ്റെ മേൽ ആത്മീക അധികാരത്തോടുകൂടെ അതിനെ പരിപാലിച്ചു നിർത്തുവാൻ ഈ ദിവസങ്ങളിൽ അധികാരത്തെ തിരിച്ചു പിടിക്കണം. അധികാരത്തെ തിരിച്ചു പിടിക്കണം. നിന്റെ മേലൊരു അധികാരമുണ്ട്. സ്തോത്രം. എസ്തറിന് ഈ അധികാരത്തെ പറ്റി വലിയ തിരിച്ചറിവില്ലായിരുന്നു. മൊർദെഖായി 127 സംസ്ഥാനങ്ങളിൽ ചെതറിക്കിടക്കുന്ന ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വസ്ത്രമൊക്കെ കീറി രട്ടിലിരുന്നു കൊണ്ട്, വെണ്ണീറിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എസ്തർ ആദ്യം ചെയ്തത് എന്താ? ചിറ്റപ്പന് ഉടുപ്പ് കൊടുത്തു വിട്ടു. ഈ കീറിയ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി. 127 സംസ്ഥാനങ്ങളിൽ ചാകാൻ പോകുന്ന ആളുകളെ പറ്റി വ്യസനിച്ചിരിക്കുന്ന മനുഷ്യന് ഉടുപ്പ് കൊടുത്തു വിട്ട തൃപ്തിയാകുമോ? അപ്പൊ എസ്തേറിന്റെ ചിന്ത ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ ചിറ്റപ്പൻ നല്ല വസ്ത്രം ധരിക്കണം. അത് ചിന്തിക്കാനുള്ള ഹൃദയവിശാലത ആ കൊച്ചിനുണ്ടായിരുന്നുള്ളെന്ന് ചിന്തിച്ചാൽ മതി. ക്രൂരയായിട്ടോ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടൊന്നുമല്ല. ദൈവകൃപയാൽ രാജ്ഞി പദവിയിലെത്തി. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അറിയത്തില്ല. എൻ്റെ ചിറ്റപ്പൻ കീറിയ വസ്ത്രം ഇടല്, രട്ടിനകത്തിരിക്കല്, വെണ്ണീറിനകത്തിരിക്കല്, നല്ല വസ്ത്രം ഉടുക്കണം. ഇത്രയും ചിന്തിക്കാനേ അവക്ക് പ്രാപ്തി ഉണ്ടായിരുന്നുള്ളൂ. മൊർദെഖായി കാര്യം അങ്ങോട്ട് വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ അവൾ പറയുക, ഞാനിപ്പോൾ രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. സ്വന്തം പ്രാണനെ പറ്റി ചിന്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രാണനും സ്വന്തം ചിറ്റപ്പനും ഇത്രയൊക്കെ വിശാലത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൂന്നാമത്
ഉപവാസത്തിരുന്ന മോർദെഖായിക്ക് ദേഷ്യം കയറി. ആ ഉപവാസത്തിന്റെ സകല പവറും എടുത്ത് ആ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത രീതിയിൽ അതിശക്തമായി പറഞ്ഞു, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഉപവാസത്തിനകത്ത് നിലവിളിക്കുന്നവന്റെ മൂർച്ചയുള്ള വാക്ക് അവളുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറിയപ്പോൾ ഒരു വല്ലാത്ത ആത്മീക അധികാരം അവളുടെ മേൽ വെളിപ്പെടുകയാ. അവള് പറയുക, ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാ, എന്റെ ബാല്യക്കാരത്തുകളും എന്നോടൊപ്പം ചേരാൻ പോവുകയാ. രാജ്ഞിയുടെ ഓഫീസ് മുഴുവൻ അടച്ചിട്ടു. 3 ദിവസത്തെ പ്രാർത്ഥനയാ. എന്തിനാ? 127 സംസ്ഥാനങ്ങളിൽ ചെതറിക്കിടക്കുന്ന ഒരു ജനത്തിന്റെ മീതെന്ന് കഴുമരത്തിന്റെ അധികാരത്തെ നീക്കാൻ, കഴുമരത്തിന്റെ കൽപ്പനയെ നീക്കാൻ, ചിറ്റപ്പനെ കുറിച്ചും സ്വന്തം പ്രാണനെ കുറിച്ചും മാത്രം ചിന്തിക്കാൻ കഴിയാവുന്ന നിലയിലുണ്ടായിരുന്നു പെങ്കൊച്ചിന്റെ അകത്ത് 127 സംസ്ഥാനങ്ങൾക്കകത്ത് ചെതറിക്കിടക്കുന്ന ജനത്തിന്മേലുള്ള കഴുമരത്തെ നീക്കാനുള്ള അധികാരത്തെ പകരാൻ ഉപവാസം കൊണ്ട് ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്റെ മേൽ വെളിപ്പെടുന്ന ആത്മശക്തിക്കകത്ത് അടങ്ങിയിരിക്കുന്ന അധികാരം അത് സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ, കുടുംബത്തിൽ വെളിപ്പെടട്ടെ, തലമുറയിൽ വെളിപ്പെടട്ടെ, ദേശത്ത് വെളിപ്പെടട്ടെ, പട്ടണത്തിൽ വെളിപ്പെടട്ടെ. ചിതറിക്കിടക്കുന്ന ജനത്തിന്റെ മേൽ വീണ കഴുമരത്തിന്റെ അധികാരത്തെ തിരുത്തുന്ന ഒരധികാരം എസ്തേറേ നിന്റെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അതിനെ ഉപവാസത്തിലൂടെ പുറത്തെടുപ്പാൻ പ്രൈസ് ഗോഡ് ആത്മനിറവുള്ള സഭയ്ക്ക് ഒരു വലിയ അധികാരമുണ്ട്. ആത്മനിറവുള്ള സഭയ്ക്ക് ഒരു വലിയ ഈ അധികാരം എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടി പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സൂപ്പർവൈസിങ്ങോ കർത്തൃത്വമോ അല്ല. നമ്മുടെ പുറമേയുള്ള ഭാവം ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, പക്ഷേ അകത്തെ നിലവിളിയുടെ മേലൊരു അധികാരമുണ്ട്. സങ്കീർത്തനം 56 സംഘത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ നിലവിളിക്കുമ്പോൾ തന്നെ നീ എൻ്റെ ശത്രുക്കളെ പിന്മാറുമാറാക്കുന്നു. ഞാൻ നിലവിളിക്കുമ്പോൾ ശത്രുക്കൾ പിന്മാറുക. ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു സൈന്യം പിന്മാറിപ്പോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ ബലമുള്ളൊരു ശക്തി എതിരെ ചെന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പുറം നിൽക്കുന്ന ഇയാൾ എന്നാ ചെയ്ത് നിലവിളിക്കുക. നിലവിളിക്കകത്ത് അധികാരം ഉണ്ടെന്ന്. ആത്മനിറവ് പ്രാപിച്ച നിന്റെ ഉപവാസത്തിനകത്ത്, അഭിഷേകം പ്രാപിച്ച നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിന്റെ ഉപവാസത്തിനകത്ത്, നിലവിളിക്കകത്ത്, അതിരിനകത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിനെ പിന്നോട്ട് വലിപ്പിക്കുന്ന അധികാരം വ്യാപരിക്കുന്നു പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ വിദ്യാഭ്യാസം കുറവായിരിക്കാം, വാക്സാമർഥ്യം കുറവായിരിക്കാം, വലിയ സൗന്ദര്യമൊന്നുമില്ലായിരിക്കാം, പുറമെ കരുത്തൊന്നുമില്ലായിരിക്കാം, പക്ഷെ നിന്റെ കണ്ണുനീരിനകത്ത് ഒരധികാരം വ്യാപരിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരധികാരം വ്യാപരിക്കുന്നുണ്ട്. വിരൽ ചൂണ്ടി ചിലതിനെ പുറത്ത് കളയുവാൻ നിന്റെ കൂടാരത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്ന്, ജോലിയിൽ നിന്ന്, നന്മയിൽ നിന്ന് വിരൽ ചൂണ്ടി ചിലതിനെ പുറത്ത് കളയുവാനുള്ള അധികാരം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ദേശത്തെ വേലയ്ക്കെതിരെ, ദേശത്ത് ശുശ്രൂഷയുടെ പണിക്കെതിരെ ഉയരുന്ന ചില അധികാരങ്ങളെ വിരൽ ചൂണ്ടി പുറത്താക്കാനുള്ള അധികാരം സൻബലത്തിനോടും തോബിയാവിനോടും നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, തമ്പുരാൻ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എന്നിട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾക്കോ യെരൂശലേമിൽ യാതൊരു ജ്ഞാപകവും ഓഹരിയും ഉണ്ടാവുകയില്ല. വിരൽ ചൂണ്ടി പുറത്താക്കി. ഇങ്ങനെ വിരൽ ചൂണ്ടി പരിചയമുള്ള ആളൊന്നുമല്ല, പാനപാത്രം പിടിച്ചു മാത്രം പരിചയമുള്ളൊരു മനുഷ്യനാ. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ വിരൽമേൽ വ്യാപരിച്ച അധികാരത്തിന് മുമ്പിൽ സൻബലത്ത് അതിരുവിട്ടു പോയെങ്കിൽ, തോബിയാവ് അതിരുവിട്ടു പോയെങ്കിൽ, മതിൽപ്പണിക്കെതിരെ ഐക്യതയ്ക്കെതിരെ ഒരുമിച്ച് പണിയുന്നതിനെതിരെ എഴുതേക്കുന്ന ഗൂഢാലോചനകളെ വിരൽ ചൂണ്ടി പുറത്താക്കുന്ന ചില അധികാരങ്ങൾ ഒരുമിച്ച് നിൽക്കണ്ടെന്നും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടെന്നും ആ വിടവവിടെ കിടന്നോട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ചിലതിനെ വിരൽ ചൂണ്ടി പുറത്താക്കുന്ന അധികാരം അഭിഷക്തന്മാരുടെ മേൽ വെളിപ്പെടുകയാ. നിങ്ങൾക്കിതിനകത്ത് ഓഹരിയില്ല, നിങ്ങൾക്കിതിനകത്ത് അവകാശമില്ല. ഈ വിടവ് ഞങ്ങൾ നികത്തും, ഇത് ഞങ്ങൾ പണിതു കയറ്റുമെന്ന് പറയുവാൻ
വിള്ളൽ വരുത്തുന്ന ആത്മാവ്, വിടവ് വരുത്തുന്ന ആത്മാവ്, പണി തകർക്കുന്ന ആത്മാവ്, ഒരു കട്ടയുടെ മേൽ മറ്റേ കട്ട എടുത്തു വെക്കാൻ അനുവദിക്കാതെ വണ്ണം നിന്നെ അസ്വസ്ഥപ്രതിയിലെ ആത്മാവിനെ അതിരിന് പുറത്തേക്ക് പായിക്കുവാൻ നിന്റെ വിരൽ തുമ്പിൽ ദൈവം തമ്പുരാൻ അധികാരം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ എഴുന്നേറ്റോ. എന്റെ തലമുറയെ വിട്ട് പുറത്തു പോ, എന്നെ നന്മ വിട്ട് പുറത്തു പോ, എന്നെ കുടുംബം വിട്ട് പുറത്തു പോ, എന്നെ ആലയം വിട്ട്, എന്നെ ശുശ്രൂഷ വിട്ട് പുറത്തു പോ. നിനക്ക് അവകാശമില്ല. അധികാരം ആത്മീക അധികാരം, ആത്മീക അധികാരം. പരിശുദ്ധാത്മാവുള്ളവന്റെ മേൽ അധികാരമുണ്ട്, അധികാരമുണ്ട്, അധികാരമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എടുത്തു നോക്കി, മനസ്സിലേക്ക് രണ്ടുപേരുടെ ചിത്രം ഒന്ന് കൊടുത്തേ. മൊർദെഖായി, ഹാമാൻ. സത്യത്തിൽ ആറേല അധികാരമുള്ളേ? കാഴ്ചയിൽ. ഒരു പുള്ളിക്കാരൻ പട്ടണവാതിക്കൽ വസ്ത്രമെല്ലാം കീറി ഭ്രാന്തനെ പോലെ രട്ടിനകത്ത്, വെണ്ണീറിനകത്ത്, ചാരത്തിനകത്തിരിക്കുക. പുള്ളിക്ക് വല്ല അധികാരമുള്ളത് തോന്നുവോ? കിടപ്പ് കണ്ട അധികാരമുള്ളത് തോന്നുവോ? ഒരു അടിമ കിടന്ന് അലറി നിലവിളിക്കുന്ന പോലെ കിടക്കുക. അധികാരമുള്ള പുള്ളി ഇടയ്ക്ക് വരുന്നുണ്ട്. നെഞ്ചൊക്കെ വിരിച്ച്, രാജകീയ വസ്ത്രം ധരിച്ച്, തലപ്പാവൊക്കെ വെച്ച്, മോതിരമൊക്കെ ഇട്ട് അധികാരത്തോടെ വരുന്നേ. കാഴ്ചയിൽ അധികാരം ആർക്കാ? ഹാമാനാ. പക്ഷെ നിലവിളിക്കുന്നവന്റെ മേൽ അധികാരം കിടക്കുന്നേ. ഇവൻ സ്ഥാപിച്ച ഈ അധികാരത്തെ പൊളിക്കാൻ, ഇവൻ സ്ഥാപിച്ച ഈ അധികാരത്തെ പൊളിക്കാൻ നിലവിളിക്കുന്നവന്റെ മേൽ അധികാരം. കീറിയ വസ്ത്രമുള്ളവന്റെ മേല, രട്ടിലിരിക്കുന്നവന്റെ മേല, വെണ്ണീറിലിരിക്കുന്നവന്റെ മേല, ചാരത്തിലിരിക്കുന്നവന്റെ മേല, പട്ടണവാതുക്കലിരുന്ന് ഭ്രാന്തനെ പോലെ അലറി കരയുന്നവന്റെ മേല അധികാരം, അധികാരം. കരയുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരം, നിലവിളിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരം, ഉപവസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരം. ഈ ദിവസങ്ങൾ അധികാരത്തെ തിരിച്ചു പിടിക്കുക. പരിശുദ്ധാത്മാവുള്ളവന്റെ മേൽ അധികാരമുണ്ട്. പുള്ളിയുടെ പരിവവും പോക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണ് സകലതും. ഈ മോതിരം ഉള്ളിടത്തോളം കാലം 127 സംസ്ഥാനങ്ങളൊരു പ്രത്യേക വിഭാഗം ചെതറിക്കിടപ്പുണ്ടല്ലോ. അവരുടെ കാര്യം ഞാൻ തീരുമാനമാക്കും. അധികാരമൊക്കെ സ്ഥാപിച്ച് സ്വപ്നം കണ്ട് കിടക്കുക. അപ്പുറത്ത് അധികാരമില്ലാത്ത ഒരുത്തൻ, മോതിരമില്ലാത്ത ഒരുത്തൻ, രാജകീയ വസ്ത്രമില്ല, ഉള്ള വസ്ത്രം കീറിയിട്ടിരിക്കുന്ന ഒരുത്തൻ, പട്ടണവാതുക്കലോളം കടന്നു ചെന്ന് ഒരു നിലവിളി. രാജാവിൻ്റെ പടിവാതുക്കലോളം കടന്നു ചെന്ന് ഒരു നിലവിളി. അവൻ്റെ നിലവിളിക്കകത്ത് വ്യാപരിച്ച അധികാരത്തിൻ്റെ കരുത്തെന്താ? നിനക്ക് എവിടെ വരെ പോകാൻ പറ്റും? പ്രാർത്ഥിച്ച് അവിടെ വരെ പോക്കൂ. അവിടെ ഒരു പ്രത്യേക വാക്യമുണ്ട്. ഈ ഇരട്ടെടുത്തുകൊണ്ട് രാജാവിൻ്റെ പടിവാതിലിനകത്താർക്കും എന്ത് ചെയ്യത്തില്ല, കടക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും? മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും? നിങ്ങൾ ഓർത്ത് നോക്കിയേ. നീ ഇതിട്ടുണ്ട് എൻ്റെ പടിക്കകത്ത് കയറെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ പരിസരത്ത് പോലും വരുന്നില്ല എൻ്റെ അർത്ഥം. അതിട്ടുണ്ട് പടിയുടെ കറക്റ്റ് പടിയുടെ പോയി നിൽക്കാൻ പറ്റുമോ? വിവരമുള്ളവർ നിൽക്കുമോ? ആ പരിസരത്ത് പോലും വരരുന്ന. മനസ്സിലാവുന്നുണ്ടോ? പരിസരത്ത് പോലും വരരുന്ന എന്ന് പറഞ്ഞാൽ ഈ രട്ടെടുത്തുകൊണ്ട് രാജാവിൻ്റെ പടിവാതിനകത്ത് കയറത്തില്ല, അവിടെ വരാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചും നിലവിളിച്ചും മാക്സിമം എവിടെ വരെ പോകാവോ അവിടെ വരെ പോയി. അവൻ പ്രാർത്ഥനയ്ക്ക് അതിരിട്ടില്ല. ഈ ദിവസം നിലവിളിച്ച്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച്, ആരാധിച്ച് നിനക്ക് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിച്ചോ, അത്രയും കരഞ്ഞോ, അത്രയും ഉപവസിച്ചോ, അത്രയും ആരാധിച്ചോ, അത്രയും ശുശ്രൂഷിച്ചോ, അത്രയും പ്രസംഗിച്ചോ. ഹല്ലേലൂയ. നിന്റെ മേൽ ഒരു അധികാരം വെളിപ്പെടാൻ പോവുകയാ. നിന്റെ മേൽ ഒരു അധികാരം വെളിപ്പെടാൻ പോവുകയാ. നിന്റെ മേൽ ഒരധികാരം വെളിപ്പെടാൻ പോവുകയാ. പരിശുദ്ധാത്മാവുള്ളവന്റെ മേൽ അധികാരമുണ്ട്. അപ്പോൾ ഒരു ആത്മികരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് തന്നെയാ നന്മയെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവനൊരു അധികാരമുണ്ടെന്ന് അർത്ഥം. സ്തോത്രം. ഈ ഗലീലക്കാരെല്ലാം കൂടെ കർത്താവിൻ്റെ പിന്നാലെ നടന്ന ആത്മശക്തി ലഭിച്ചിട്ട് 2-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകും. പഴയ ഗലീലക്കാരല്ല. അധികാരത്തോടെ രോഗത്തിൻ്റെ മേൽ, ഭൂതത്തിൻ്റെ മേൽ, പട്ടണത്തിന് മേൽ, യഹൂദന്മാരുടെ കോടതിയുടെ മുമ്പിൽ പോലും അധികാരമുള്ളവരായിട്ട് നിൽക്കുന്നേ. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള അധികാരങ്ങളെ തിരിച്ചു പിടിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ത്? നന്മ. സ്തോത്രം. അപ്പം അതിനകത്ത് സകല നന്മകളും വരും. നമ്മുടെ സകല അവകാശങ്ങളും അതിനകത്താ.
സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവും ആത്മീകവും എന്ന വിഷയം എടുത്താൽ 4 മേഖലകളാ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത്. 1 ആത്മനിറവിൻ്റെ അനുഭവം, 2 കൃപാവരങ്ങളുടെ അനുഭവം, 3 ആത്മഫലത്തിൻ്റെ അനുഭവം, 4 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകളുടെ അനുഭവങ്ങൾ. ഈ 4 മേഖലകളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടണം. ഈ 4 മേഖലകളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടണം. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ 4 മേഖലകളിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ സജീവമായിരിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പരിശുദ്ധാത്മ സ്നാനം. അത് അന്യഭാഷ അടയാളത്തോടുകൂടി നാം പ്രാപിച്ചിട്ട് പിന്നെ ആത്മനിറവിൻ്റെ അനുഭവമായി അന്യഭാഷ അടയാളത്തോടുകൂടെ തുടരുകയാണ്. സ്തോത്രം. ഇതാണ് സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ അനുഭവം. അത് പ്രാപിച്ചവരെ ഇവിടെ ഇരിക്കുന്നത്. അത് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ഇത് പ്രാപിക്കണം. പ്രാപിച്ചിട്ട് ഇന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഇന്ന് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ആരാധനാ മധ്യത്തിൽ വെറുതെ കൈകാലുകൾ ചലിപ്പിക്കുന്ന രീതിയിലേക്ക് പരിമിതപ്പെട്ടു പോയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ തിരിച്ചു പിടിക്കണം. 2 ആത്മാവിൻ്റെ കൃപാവരങ്ങളാ. ദൈവസഭയ്ക്കകത്ത് കൃപാവരങ്ങൾ വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞ് പ്രവചനവരം വാഞ്ചിപ്പിക്കുന്ന കൃപാവരം സ്വപ്നം കാണുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. പ്രവചനവരം, ദർശനം, ആലോചനകൾ, അല്ലെങ്കിൽ വ്യാഖ്യാനവരം, ഭാഷാവരങ്ങൾ, രോഗശാന്തി, ഭൂതശാന്തി, ഇതെല്ലാം ചെയ്യുന്ന കൃപാവരപ്രാപ്തർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. ഈ കൃപാവരവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വെളിപ്പെടത്തില്ലെന്നോർത്ത് ഉള്ള ആത്മശക്തിയുമായി ദൈവസഭ ഒതുങ്ങിക്കൂടിയെങ്കിൽ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട കൃപാവരങ്ങൾ ഇന്നും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്താൻ ഇതിനകത്ത് ദർശനം പ്രാപിച്ചവരെ, ആലോചന പ്രാപിച്ചവരെ, പ്രവചിക്കുന്നവരെ, ഭാഷാവരമുള്ളവരെ, രോഗശാന്തിവരമുള്ളവരെ, ഭൂതശാന്തിവരമുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വരുമ്പോൾ കൃപാവരങ്ങളെ പറ്റിയുള്ള നിന്റെ ആത്മഭാരം മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. പൗലോസ് പറയുക പ്രവചനവരം വാഞ്ചിപ്പി എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹം, വാഞ്ച നഷ്ടപ്പെടുത്തുന്ന അന്തരീക്ഷത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും വെളിപ്പെടാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ദൈവസഭയ്ക്കകത്ത് പിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ പോലെ കൃപാവരങ്ങളെ വെളിപ്പെടുത്തുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ തയ്യാറാകുന്ന ചിലരുടെ മേൽ കൃപാവരത്തിന്റെ പുതപ്പിനെ ദൈവം അയക്കുകയാണ്. ഞാൻ ബൈബിൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ ചെറുപ്പക്കാരായ ഒത്തിരി ദൈവദാസന്മാര് എന്നേക്കാളും ജൂനിയറായ ചെറിയ പ്രായത്തിൽ പോലും ബൈബിൾ കോളേജ് വന്നിട്ട് ഇവര് ചില ദിവസങ്ങൾ ഉപവസിക്കും, അവധിയുള്ള ദിവസങ്ങൾ ഉപവസിക്കും. ഒരു ദിവസം എന്നേക്കാൾ വളരെ ജൂനിയറായ ഒരു സഹോദരൻ ഉപവസിച്ചിട്ട് അത് ചാപ്പലിൽ തന്നെ ഇരുന്ന് ഉപവസിച്ചിട്ട് അദ്ദേഹം കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്നപ്പോൾ ഞാനതിൽ ചെന്നു. അപ്പോൾ ഒരു ബുക്ക് തുറന്നു വെച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനാ വിഷയമാണ്. എന്താണെന്നറിയാമോ? കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കൃപാവരം ഉണ്ട് ആ ലിസ്റ്റിൻ്റെ അകത്ത്. ഇത് മുഴുവൻ പ്രാപിക്കാൻ ഉപവസിക്കുന്നേ. ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്ന ചിലർ, കൃപാവരത്തെപ്പറ്റി സ്വപ്നം കാണുന്ന, കൃപാവരത്തിന്റെ അഭാവം നിമിത്തം എൻ്റെ സഭ ദുർബലമാണെന്ന് ആത്മഭാരത്തോടെ ദൈവമേ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ട ആത്മവരത്തെ എൻ്റെ നടുവിലേക്ക് അയക്കണമേ, പ്രവചനത്താൽ, ദർശനത്താൽ, രോഗശാന്തിയാൽ, ഭൂതങ്ങളുടെ അധികാരത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്ന ചിലർ. പ്രൈസ് ഗോഡ്. നിന്റെ മുമ്പിൽ വിഷയമുള്ളവർ വന്നിട്ട് ആ വിഷയമായിട്ട് തിരിച്ചു പോകരുത്. അതിനുള്ള കൃപാവരം പ്രാപിച്ചോണം. ഭൂതം ബാധിച്ചവൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്ന ഗതികേടിലേക്ക് ഒതുങ്ങാതെ വണ്ണം നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ദുരാത്മാവ് ബാധിച്ചതിനെ പുറത്താക്കാനുള്ള കൃപാവരത്തിന്റെ ശക്തി കൊണ്ട് ഇതിനകത്ത് ചില ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കാൻ പോവുകയാ.
നിന്റെ ശുശ്രൂഷയെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുരാത്മാക്കൾ ആരാധന നടുവിലുണ്ട്. അതിനെ വിവേചിച്ച് പുറത്താക്കണമെങ്കിൽ നിന്റെ മേൽ അധികാരം വെളിപ്പെടണം, കൃപാവരം വെളിപ്പെടണം, കൃപാവരം വെളിപ്പെടണം. അതെ, ഈ കാലഘട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അസാധ്യതയുടെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞേ, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും, അന്ത്യകാലത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവിനെ. അന്ത്യകാലത്തിൻ്റെ ആത്മാവ് എന്താണെന്നറിയാവോ? അന്ത്യകാലത്തിൻ്റെ ആത്മാവ് ബാധിച്ചവരായി ഈ വാർത്തയ്ക്കകത്ത് വലിയ കൊല്ലുകയും സഹോദരനെ സഹോദരി അപ്പനെ അമ്മനെയൊക്കെ വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത്. അന്ത്യകാലത്തിൻ്റെ ആത്മാവല്ല, അന്ത്യകാലത്ത് നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ്. അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താ? മത്തായി സുവിശേഷം 24:11-12, ലൂക്കോസ് 18:8, 2 തെസ്സലോനിക്കലേഖനം 2:7 ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അധർമ്മത്തിൻ്റെ മർമ്മം മറഞ്ഞു കിടക്കുന്ന, അധർമ്മത്തിൻ്റെ ആത്മാക്കൾ മർമ്മമായി മറഞ്ഞു കിടക്കുന്ന കാലമാണ് ഏത്? അന്ത്യകാലം. അത് അന്ത്യകാലം മുമ്പോട്ട് പുരോഗമിക്കും തോറും അതിങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. 2 തെസ്സലോനിക്കലേഖനം 2:7 പൗലോസ് പറഞ്ഞു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇന്ന് അതിലൊക്കെ നമുക്ക് സംശയമൊന്നുമില്ല, നമുക്ക് കാണാവുന്ന രീതിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പനെ വെട്ടിയും അമ്മയെ വെട്ടിയും സഹോദരനെ വെട്ടിയും കൂട്ടുകാരനെ വെട്ടിയും അധർമ്മത്തിന്റെ ആത്മാവിങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നമ്മുടെ തലമുറകളുടെ മേൽ അന്ത്യകാലത്തിന്റെ ആത്മാവല്ല, അധർമ്മത്തിന്റെ ആത്മാവല്ല, നിന്റെ പുത്രിമാരുടെ മേൽ, പുത്രന്മാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്തിന്റെ അധർമ്മ വ്യാപാരങ്ങൾ യൗവനക്കാരുടെ മേൽ കുടികൊള്ളുവാൻ ദാഹത്തോടെ നടക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അപ്പൊ ഈ കാലത്ത് ഇത് നടക്കുകയില്ലെന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, മുമ്പേ പറഞ്ഞ 3 വാക്യങ്ങളൂടെ ചേർത്ത് വെച്ചാൽ അറിയാം നമ്മുടെ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അവിടെ കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുന്നു, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുക്കും. ഈ കള്ളപ്രവാചകർ എഴുന്നേൽക്കെന്ന് പറഞ്ഞാൽ കപടയാത്മികതകൾ, കള്ളയാത്മികതകൾ, വ്യാജയാത്മികതകൾ, ഏതാ ശരി ഏതാ തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാതവണ്ണം ആകപ്പാടെ എല്ലാം കൂടെ കുഴഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടം. ലൂക്കോസിന്റെ സുവിശേഷം 18:8 പറയുക, മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമിട്ടിട്ട് പലതിൻ്റെയും പിന്നാലെ ആളുകൾ പിന്മാറി ഓടിപ്പോകുന്നൊരു കാലഘട്ടമാണ്. അതിൻ്റെ കൂടെ ഈ അധർമ്മം കൂടെ പെരുകാങ്കി പിന്നെ യഥാർത്ഥ വിശ്വാസിക്ക് എന്നാ പ്രതീക്ഷ? ഇതിൻ്റെ നടുവിൽ എന്താ എനിക്കൊരു ശുഭാപ്തി വിശ്വാസം? എന്നാൽ ഒരു പ്രതീക്ഷയുമില്ലാതെ അന്ത്യകാലഘട്ടത്തിന്റെ അന്ധകാരം മൂടി നിൽക്കുന്നതിന്റെ നടുവിലും ദൈവം നിന്നോട് പറയുക, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. ഒരു സാധ്യതയുമില്ലാത്തടത്ത്, ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത്, ഒരു പ്രത്യാശയുമില്ലാത്തടത്ത് നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ തലമുറകളെയും യൗവനക്കാരെയും എല്ലാം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ എന്താ വെളിപ്പെടണ്ടേ? പരിശുദ്ധാത്മാവിൻ്റെ അധികാരം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ത്യകാലത്തിൻ്റെ ആത്മാവിനെ പോലും തുടച്ചു നീക്കാനുള്ള അധികാരമായി എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വെളിപ്പെടേണ്ടതെന്ന് സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ തൊട്ട സീറ്റിലിരിക്കുന്നവൻ്റെ മേൽ എപ്പോഴാണ് വെളിപ്പെടുന്ന അറിയത്തില്ല. അധർമ്മത്തിൻ്റെ വ്യാപാരമാ. ജീവിക്കുന്ന നാട്ടിൽ തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് അറിയത്തില്ല. നിന്റെ കുഞ്ഞിന്റെ കൂടെ പഠിക്കുന്നവനെ തൊട്ടടുത്തിരിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് അറിയത്തില്ല. അതിന്റെ നടുവിൽ നിന്റെ കുഞ്ഞിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ യൗവനക്കാരുടെ മേൽ വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാ. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയാമോ? ശിമയോൻ. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, വിശേഷിപ്പിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്.
പക്ഷെ അദ്ദേഹം ജീവിച്ച് വളർന്ന കാലഘട്ടം എന്നറിയാമോ? വേദശാസ്ത്രികൾ ഇരുണ്ട കാലഘട്ടമെന്നും നിശബ്ദ കാലഘട്ടമെന്നും ഒക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മനുഷ്യൻ ആര്? ഈ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി. അത് ദർശനമില്ല, വെളിപ്പാടില്ല, പ്രവാചകന്മാരില്ല, ആത്മികമായ ഉപദേശങ്ങളൊക്കെ കുറവായി, ആത്മികമായി സകലതും തകർന്ന് അന്ധകാരത്താൽ മൂടപ്പെട്ട ഒരു കാലം. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവശക്തി അനുഭവിപ്പാൻ യാതൊരു സാധ്യതയുമില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കാലത്തിനകത്ത് ജീവിച്ചു വളർന്ന ഒരു വ്യക്തി ആര്? ശിമയോൻ. എന്നാൽ അദ്ദേഹത്തെ പറ്റി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടായിരുന്നു. 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ 3 കാര്യങ്ങൾ കൃത്യമായി എഴുതിയിരിക്കുക. ശിമോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ശിമോന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, ശിമോന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലാ? ആത്മാവിനെ അനുഭവിക്കുവാൻ, ദൈവശക്തി അനുഭവിക്കുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ അനുവദിക്കാത്ത അന്ധകാരത്തിന്റെ നടുവിൽ ജനിച്ചു വളർത്തപ്പെട്ടവനെ പറ്റി പറയുക. അവൻ അന്ധകാരത്തിന്റെ നടുവിലാ ജനിച്ചു വളർന്നതെങ്കിലും അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടായിരുന്നു. നീ വസിക്കുന്നത് അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ഒരു തലമുറയുടെ നടുവിലാണെങ്കിലും നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് വെളിപ്പെടും, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗം വെളിപ്പെടുകയാ. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ് തങ്ങളോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്റെ നന്മയെങ്കിൽ ആ നന്മയ്ക്കകത്ത് നിന്റെ അധികാരമുണ്ട്, ആ നന്മയ്ക്കകത്ത് നിന്റെ പ്രത്യാശ വിഷയമുണ്ട്. അത് സാധിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവാ. അല്പസമയം കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ആ ആത്മനിറവിൻ്റെ അനുഭവങ്ങളെ, കൃപാവരത്തിൻ്റെ അനുഭവങ്ങളെ, ആത്മശക്തിയുടെ അനുഭവങ്ങളെ എന്നിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ഈ ലോകത്തിൽ, അന്ത്യകാലത്തിൻ്റെ അധർമ്മങ്ങൾ വ്യാപരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, എൻ്റെ സകല നന്മകളെയും ആത്മാവിൻ്റെ അധികാര പരിധിക്കകത്തേക്കൊന്ന് കൊണ്ടുവരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ സമസ്ത മേഖലകളും ഇയ്യോബിനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും ദൈവം ഒരു അതിരിട്ടതുപോലെ ആത്മാവിൻ്റെ അതിരിനകത്തേക്ക് എന്നെ ഒന്ന് വലിച്ചു കയറ്റണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് വലിച്ചു കയറ്റണമേ, എൻ്റെ തലമുറയൊന്ന് വലിച്ചു കയറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ ആത്മസാന്നിധ്യത്തിനകത്തേക്ക്, ആ ദൈവിക തേജസ്സിനകത്തേക്ക് എന്നെ ഒരിക്കൽ കൂടി ഒന്ന് പ്രവേശിപ്പിക്കണമേ എന്ന് നിലവിളിച്ചു കരയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? തമ്പുരാനേ, ഞങ്ങളുടെ ആത്മാവിനെ എന്നെ മേൽ പകരണമേ. ആത്മാവ് ഒരു നന്മയായി, ആത്മാവ് ഒരു അധികാരമായി, ആത്മാവ് ഒരു ശക്തിയായി എൻ്റെ മേൽ വെളിപ്പെടട്ടെ, എൻ്റെ തലമുറയുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ചില വരികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തൊരു അല്പസമയം ദൈവജനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. രാത്രി നമ്മുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ നിറയ്ക്കണമേ. ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ
അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ ആമേൻ. തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും